ഹായ് ഓൾ നമ്മൾ 2 വർഷം മുമ്പായിരുന്നു മൂൺ ലവേഴ്സ് എന്ന ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചാനൽ വളരെയധികം ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോ ഒക്കെ റീ അപ്ലോഡ് ചെയ്യുകയാണ്. മാത്രമല്ല ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഡ്രാമയ്ക്കൊക്കെ വന്നിട്ടുള്ള വ്യൂസ് എല്ലാം തന്നെ അത് ഇട്ട സമയത്തുള്ളതായിരുന്നു. അതല്ലാതെ പിന്നീട് ഈ ഡ്രാമാസിനൊന്നും തന്നെ വ്യൂസ് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ റീ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളും പരമാവധി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഫസ്റ്റിലെ 10 മിനിറ്റ് മാത്രമാണ് നമ്മൾ ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ വീഡിയോസിലും വീഡിയോ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ആണെന്ന് വിചാരിച്ച് ആരും കാണാതിരിക്കരുത്. ഓരോ മണിക്കൂർ നീണ്ട വീഡിയോ എന്ന രീതിയിലാണ് നമ്മൾ റീ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും 12 മണിയാകുമ്പോഴത്തേക്കും പുതിയ ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മൂൺ ലവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഡ്രാമ 1941 ഗോറിയോ ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെയും അയാൾക്കുണ്ടായിരുന്ന മക്കളുടെയൊക്കെ കഥ പറയുന്നതാണ്. അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ഹീറോയിനായിട്ടുള്ള ഹാജിൻ കണ്ണാടിയിൽ നോക്കിയിട്ട് തൻ്റെ ചുണ്ട് മുറിഞ്ഞതെല്ലാം ശ്രദ്ധിക്കുന്നു. ഹാജിൻ്റെ ബാഗൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്മളെ കാണിക്കുന്നു. പിന്നീട് ഹാജിൻ കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടിലൊക്കെ എടുത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്നു. ഹാജിൻ്റെ അടുത്തായിട്ട് ഒരാളും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അയാൾക്ക് ദാഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഹാജിൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി അയാൾക്ക് നേരെ നീട്ടുന്നു. അയാൾ അങ്ങനെ ആ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് ഡ്രിങ്ക്സ് എല്ലാം കുടിക്കുന്നു. ആ ഒരു സമയത്ത് ഹാജിൻ പറയുകയാണ്, ഒരു പ്രശ്നം തീർന്നു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആയിരിക്കും അടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്കിനി ഒരിക്കലും എണീക്കാതെ എന്നേക്കുമായി ഉറങ്ങാനാണ് ആഗ്രഹമെന്നും ഹാജിൻ പറയുന്നു. ഹാജിൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാളാണെങ്കിൽ ഹാജിൻ്റെ പണമെല്ലാം തട്ടിയെടുത്തതിന് ശേഷം ഒരുപാട് കടമൊക്കെ ഹാജിന് വരുത്തി വെച്ചിട്ട് മുങ്ങി. അവനെ ഞാൻ വിശ്വസിച്ചതിൽ എനിക്ക് ഒരുപാട് കുറ്റബോധം ഉണ്ടെന്നൊക്കെ ഹാജിൻ അവിടെ ഇരുന്ന ആളോട് പറയുന്നു. അപ്പോഴയാൾ പറയുകയാണ്, നീ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കാര്യങ്ങളൊന്നും നിനക്ക് മാറ്റാൻ സാധിക്കില്ല. അതേസമയം നീ മരിച്ചിട്ട് തിരിച്ചു വരുവാണെങ്കിലോ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ കിടന്നുറങ്ങുന്നു. ഒരു കുട്ടിയാണെങ്കിൽ വെള്ളത്തിലേക്ക് കാലിടാൻ ശ്രമിക്കുന്നത് ഹാജിൻ കാണുന്നു. അങ്ങനെ ഹാജിൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് വെള്ളത്തിലേക്ക് എന്തോ വീഴുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പം അവിടെ ആ കുട്ടി ഉണ്ടായിരുന്നില്ല. ഹാജിൻ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ആ കുട്ടി വെള്ളത്തിൽ കിടക്കുന്നത് ഹാജിൻ കാണുന്നു. എന്നാൽ ഞാൻ പോയി ആ കുട്ടീനെ രക്ഷിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നീട് ഓർക്കുന്നു വേറെ ആരെങ്കിലുമൊക്കെ ആ കുട്ടീനെ രക്ഷിച്ചോളൂ എന്ന്. പക്ഷെ ഹാജിൻ നോക്കുമ്പോൾ ഒരാൾ പോലും അവിടെ ഈ കുട്ടി വീഴുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാജിൻ ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. അങ്ങനെ ഹാജിൻ വെള്ളത്തിലേക്ക് വീഴുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്കും ആ കുട്ടിയുടെ പേരൻസും പിന്നെ അവിടെ കിടന്നുറങ്ങിയിരുന്ന ആളും എല്ലാം എണീക്കുന്നു. അയാൾ നേരെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ സൂര്യഗ്രഹണം നടക്കുകയായിരുന്നു. എന്തായാലും ഹാജിൻ ആ കുട്ടീനെ രക്ഷിച്ചു. ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഇവരെ 2 പേരെയും കയറ്റിക്കൊണ്ട് പോകാനായിട്ടൊരു ബോട്ടൊക്കെ ആയിട്ട് എത്തുന്നു. പക്ഷേ ആ കുട്ടീനെ മാത്രം രക്ഷിക്കാനേ സാധിച്ചുള്ളൂ. നമ്മുടെ ഹാജിൻ ആ കുട്ടിയുടെ അച്ഛന് കൈ കൊടുക്കുന്ന സമയത്ത് സൂര്യഗ്രഹണത്തിൽ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആകാശം മുഴുവൻ ഇരുട്ടിലാവുകയും ഹാജിൻ വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് നോക്കുന്ന ഹാജിൻ അവസാനമായിട്ട് കാണുന്നത് സൂര്യനെ ചന്ദ്രൻ വന്ന് മറയ്ക്കുന്നതായിരുന്നു. ആ ഒരു സമയത്ത് ഹാജിൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഹാജിൻ കാണുന്നു. ആ ഒരു സീനെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഹാജിൻ്റെ ലവർ വേറൊരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവരെ കിസ് ചെയ്യുന്നത് നമ്മുടെ ഹാജിൻ കാണുന്നു. ആ ഒരു സമയത്ത് ആ സ്ത്രീനെ ഹാജിൻ തല്ലുന്നു. അതിന് തിരിച്ച് ആ സ്ത്രീ ഹാജിനെയും തല്ലുന്നു. പിന്നീട് ഹാജിൻ്റെ ലവർ ഹാജിനെ ഉപേക്ഷിച്ചതിന് ശേഷം ആ സ്ത്രീയുടെ കൂടെ പോകുന്നു. പിന്നീട് ഒരുപാട് സ്ത്രീകൾ ഹാജിനെ ഓടിക്കുന്നതായിട്ടും കാണിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം ഹാജിൻ്റെ ലവർ ഇവരുടെ കയ്യിൽ നിന്നും പണമെല്ലാം മേടിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് ഹാജിൻ അങ്ങനെ വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും സൂര്യഗ്രഹണം ഉണ്ടാകുന്നു. പിന്നീട് സൂര്യഗ്രഹണമൊക്കെ തീർന്നതിന് ശേഷം പഴയ പോലെ ആകാശമാകുന്നത് നമ്മളെ കാണിക്കുന്നു. ഒരു മുഖംമൂടിയൊക്കെ വെച്ച ആള് കുതിരപ്പുറത്ത് പോകുന്നത് നമ്മളെ കാണിക്കുന്നു. അയാൾ അങ്ങനെ ഒരു തെരുവിലൂടെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വാങ്സോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തായിട്ട് പോയി ഒളിക്കുന്നു. വാങ്സോ എന്നത് രാജാവിൻ്റെ 4ാമത്തെ മകനാണ്. വഴിയിലുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ കുറെ ഹെയർ പിൻസ് ഒക്കെ ഇരിക്കുന്നത് വാങ്സോ ശ്രദ്ധിക്കുന്നു. പിന്നീട് കൊട്ടാരം കാണിക്കുന്നു. ഇത് രാജാവിൻ്റെ 10ാമത്തെ മകനായിട്ടുള്ള ഉണ്ണാണ്. ഉണ്ണിനെപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കാനാണ് ആഗ്രഹം. ഉണ്ണും പിന്നെ 14ാമത്തെ രാജകുമാരനായിട്ടുള്ള ജംഗും എപ്പോഴും ഒന്നിച്ചാണുള്ളത്. ഉണ്ണും ജംഗും കൂടി വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ നോക്കിയിരിക്കുകയാണ് 3rd പ്രിൻസ് ആയിട്ടുള്ള യോ. എന്നാലും യോയ്ക്ക് എപ്പോഴും ഒരു ഗൗരവഭാവമാണ്. ഇവരെയൊക്കെ കണ്ട് സ്മൈൽ ചെയ്ത് വരികയാണ് ബേക്ക. ബേക്ക എന്ന് പറയുന്നത് 13ാമത്തെ പ്രിൻസാണ്.
പിന്നീട് സ്റ്റെപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന എട്ടാമത്തെ പ്രിൻസിനെ കാണിക്കുന്നു. അതാണ് വൂക്ക്. ഉണ്ണിൻ്റെയും വൂക്കിൻ്റെയും നടുക്കുള്ള പ്രിൻസാണ് വോൺ. ഉണ്ണും ജെങ്ങും ഭയങ്കര ചിരിച്ചു കളിച്ചൊക്കെ നടക്കുകയാണ്. ഇതൊന്നും യോയ്ക്ക് ഇഷ്ടാവുന്നില്ല. ജെങ്ങും ഊണും കൂടി ഫോർത്ത് പ്രിൻസ് ആയിട്ടുള്ള വാങ്സോയുടെ കാര്യം പറയുന്നു. വാങ്സോ ഇതുവരെ ഇവിടെയൊന്നും എത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് വാങ്സോ നമ്മുടെ കൂടെ ഒരു റിച്വലൊക്കെ കൂടാൻ വരുന്നത്. എന്നിട്ട് പോലും സമയത്ത് എത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ. അവൻ വന്നാലും അധിക കാലമൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആ റിച്വൽ കൂടിയിട്ട് അവൻ പോയിക്കോളൂ എന്ന് യോ പറയുന്നു. നമ്മുടെ 10th പ്രിൻസ് ആയിട്ടുള്ള യോൻ വെള്ളത്തിലൂടെ നീന്തുകയായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ഹാജിൻ അവിടെ വെള്ളത്തിൽ പൊങ്ങി വരുന്നത്. ഹാജിൻ അങ്ങനെ എണീക്കുമ്പോൾ മുങ്ങിയ സ്ഥലത്തായിരുന്നില്ല പൊങ്ങി വന്നത്. മാത്രമല്ല ഡ്രസ്സിന് സഹിതം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. താൻ എവിടെയാണെന്നൊന്നും അറിയാതെ നോക്കി നിൽക്കുമ്പോഴാണ് യോൻ അറിയാണ്ട് നമ്മുടെ ഹാജിനെ തട്ടുന്നത്. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കി ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. നീ ആരാ, എന്തിനാ ഇവിടെ വന്നേന്നൊക്കെ ഓൺ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ ഊണ് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി രാജകുമാരന്മാരും കൂടി നോക്കുന്നു. അവിടെ മറിഞ്ഞു നിന്നിരുന്ന ഒരു സ്ലേവ് ഗേള് ഹെയ്സു വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഹാജിൻ എന്തായാലും ഇവരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ കൂടെ പോകുന്നു. 8th പ്രിൻസ് ആയിട്ടുള്ള വോക്ക് ഹാജിനെ കണ്ടിട്ട് ഹെയ്സു എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ആ സ്ലേവ് ഗേളിൻ്റെ പേരാണ് ചായറുങ്. ചായറുങ് ആണെങ്കിൽ ഹാജിനെ കൂട്ടിക്കൊണ്ട് ഒരു ഗുഹ വഴി ഇറങ്ങി വരുന്നു. എന്തിനാ അതിലെല്ലാം പോയെന്ന് പറഞ്ഞിട്ട് ചായ് ഹാജിന് വഴക്കൊക്കെ പറയുന്നു. അങ്ങനെ ഹാജിനാണെങ്കിൽ ചുറ്റും നോക്കുമ്പോൾ കുറേ ആളുകൾ ആ നദിക്കരയിലൊക്കെ ഇരുന്ന് കുളിക്കുന്നതൊക്കെ കാണുന്നു. ഞാനിത് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചായ് ഇതൊരു കുളിക്കടവാന്നൊക്കെ പറയുന്നു. അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഹാജിൻ കരുതുന്നത് താൻ മരിച്ചു എന്നാണ്. അതൊക്കെ ഓർത്തിട്ട് അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ 4th പ്രിൻസ് ആയിട്ടുള്ള വാങ്സോ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. കൊട്ടാരത്തിനകത്തെത്തുമ്പോൾ അവിടെ ഒരുപാട് ഭടന്മാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. വാങ്സോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളൊക്കെ എടുത്ത് കുതിരയ്ക്കിട്ടൊരു വീശൊക്കെ കൊടുക്കുന്നു. അപ്പോൾ തന്നെ കുതിര മരിച്ചു പോകുന്നു. അങ്ങനെ ആ കുതിരയൊക്കെ കൊന്നിട്ട് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുകയാണ് വാങ്സോയോട് വാളൊന്നും ആയിട്ട് കൊട്ടാരത്തിനകത്തേക്ക് പോകാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ വാങ്സോ കയ്യിലുണ്ടായിരുന്ന ആ വാള് അവിടെ നിന്ന് ആൾക്ക് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം അയാൾ പറയുന്നു തിരിച്ചു പോകാനായിട്ട് ഞാൻ മറ്റൊരു കുതിരേനെ ഏർപ്പാടാക്കാമെന്ന്. പക്ഷെ വാങ്സോ പറയുന്നു ഞാൻ അതിന് തിരിച്ചു പോകുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹാജിൻ 21ാം നൂറ്റാണ്ടിൽ വെച്ച് കണ്ടിരുന്ന ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നത് നമ്മളെ കാണിക്കുന്നു. അയാളപ്പോൾ ആലോചിക്കുകയാണ് എന്തായാലും വാങ്സോയ്ക്ക് ഇനി തിരിച്ചു പോകേണ്ടി വരില്ല എന്ന്. ഹാജിൻ കണ്ണു തുറക്കുമ്പോൾ എവിടെയാണ് താൻ ഉള്ളതെന്ന് അറിയത്തില്ലായിരുന്നു. അവിടെ ഒരാൾ ഇരുന്ന് ചുമയ്ക്കുന്നതൊക്കെ ഹാജിൻ ശ്രദ്ധിക്കുന്നു. അതായിരുന്നു ലേഡി ഹേ. ഹാജിൻ എണീറ്റു എന്ന് മനസ്സിലാക്കിയ ലേഡി ഹേയും പിന്നെ ചെയ്യും കൂടി ഹാജിൻ്റെ അടുത്ത് വന്നിട്ട് ഹെയ്സുവിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ ഹെയ്സു അല്ല ഹാജിനാന്ന് ഹാജിൻ ഒരുപാട് തവണ പറയുന്നുണ്ട്. പക്ഷെ അവർ അതൊന്നും കാര്യമാക്കുന്നില്ല. ഓ ഞാൻ മരിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കും നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചെയ് പറയുന്നു നിങ്ങൾ മരിച്ചിട്ടില്ല എന്ന്. അത് കേൾക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഹാജിൻ വെളിയിലേക്കൊക്കെ പോയി നോക്കുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ പഴയ കാലത്തെ വീടുകളും ആ പഴയ കാലത്തെ ആളുകളെയൊക്കെയാണ് ഹാജിൻ കാണുന്നത്. ഞാനിപ്പോൾ എവിടെയാണുള്ളത്, നിങ്ങളൊക്കെ ആരാണെന്ന് ഹാജിൻ ചോദിക്കുമ്പോൾ ലേഡി ഹേ പറയുന്നു ഞാൻ നിൻ്റെ കസിനാണെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ഹാജിൻ ഓർക്കുകയാണ് ഞാൻ മറ്റാരുടെയോ ശരീരത്താണ് ഇപ്പോൾ ഉള്ളതെന്ന്. നമ്മളിപ്പോൾ ഉള്ളത് 8th പ്രിൻസ് ആയിട്ടുള്ള വോക്കിൻ്റെ സോങ്ങാക്കിലുള്ള വീട്ടിലാണെന്നൊക്കെ ലേഡി ഹേ പറയുന്നു. അതിനർത്ഥം ഞാനിപ്പോൾ ഉള്ളത് ഗോറിയോലാണോ എന്ന് ഹാജിൻ ചോദിക്കുന്നു. അതെ, ഇപ്പോൾ ഉള്ള രാജാവാണ് ഗോരിയോ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം ഉണ്ടാക്കിയതെന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ലേഡി ഹേ പറയുമ്പോൾ താനിപ്പോൾ ഉള്ളത് ടൈജോ ഭരിച്ചിരുന്ന കാലത്താണെന്നുള്ള കാര്യം ഹാജിന് മനസ്സിലാകുന്നു. പിന്നീട് കൊട്ടാരം കാണിക്കുന്നു. ഗോറിയോയുടെ രാജാവായിട്ടുള്ള ടൈജോനെയും കാണിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ടൈജോയുടെ ഒരു കസിൻ പറയുകയാണ് വാങ്മോനെ അടുത്ത രാജാവാക്കാൻ പാടില്ല. ഇപ്പോഴും തന്നെ ആൾക്കാരെല്ലാവരും പറയുന്നുണ്ട് വാങ്മോയ്ക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ടെന്ന്. ഇതെല്ലാം ആ റൂമിന് വെളിയിൽ നിന്ന് ആദ്യത്തെ രാജകുമാരനായിട്ടുള്ള വാങ്മോ കേൾക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആ കസിൻ പറയുകയാണ് ഇനി വാങ്മോനെ രാജാവാക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരു പ്രിൻസിന് രാജപദവി കൊടുക്കണമെന്ന്. വാങ്മോനെ രാജാവാക്കാതെ മറ്റേത് പ്രിൻസിനെയാണ് രാജാവാക്കേണ്ടതെന്ന് രാജാവ് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ബാക്കി രാജകുമാരന്മാരെല്ലാവരും പരസ്പരം നോക്കുന്നു. അപ്പോഴത്തേക്കും മൂക്ക് മുട്ടിൽ നിന്നിട്ട് രാജാവിനോട് പറയുകയാണ് ഞങ്ങൾക്കാർക്കും രാജപദവി ആവശ്യമായിട്ടില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം വാങ്മോ തന്നെ രാജാവാവണമെന്നാണെന്ന്. അത് കേട്ട് കഴിയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ബാക്കി രാജകുമാരന്മാരും കൂടി അതുപോലെ തന്നെ പറയുന്നു. നേരത്തെ നമ്മൾ ഹാജിൻ്റെ കൂടെ കണ്ട ആ വ്യക്തിയാണ് ചോയ്ചി. ചോയ്ചിക്ക് ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ചോയ്ചി പറയുകയാണ് ആകാശവും നക്ഷത്രവും ഒക്കെ നോക്കി പറയുകയാണെങ്കിൽ വാങ്മോയ്ക്ക് അടുത്ത രാജാവാകാനുള്ള യോഗ്യത എന്തുകൊണ്ടും ഉണ്ടെന്നാണ്.
അത് കേൾക്കുമ്പോൾ വാങ്മോനെ തന്നെ രാജാവാക്കിയാൽ മതിയെന്ന് രാജാവും പറയുന്നു. ഇനി വരുന്ന റിച്വൽ വാങ്മോ തന്നെ നയിക്കുമെന്നുമായിരുന്നു. പിന്നീട് ഗോരിയോട് രാജ്ഞിനെയാണ് കാണിക്കുന്നത്. ഇവർ തന്നെയാണ് യോയുടെയും വാങ്സോന്റെയും ജങ്ങിന്റെയും അമ്മ. ഇപ്പം നിലവിൽ രാജാവാൻ നിൽക്കുന്നത് വാങ്മോ ആണ്. പക്ഷെ വാങ്മോന്റെ അമ്മ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് അതിനൊരു താല്പര്യവും ഇല്ല. ക്വീൻ്റെ അടുത്തേക്ക് ഒരു കോർട്ട് ലേഡി വരുന്നു. അവർ പറയുകയാണ് വാങ്സോ നിങ്ങളെ കാണാൻ എത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ ക്വീൻ വാങ്സോനെ കാണണമെന്നില്ലായിരുന്നു. അങ്ങനെ വെളിയിൽ കാത്തു നിൽക്കുന്ന വാങ്സോയുടെ അടുത്തേക്ക് ആ കോർട്ട് ലേഡി വന്നിട്ട് പറയുകയാണ് ഇപ്പം രാജ്ഞി ഉറങ്ങുകയാണ്, പിന്നീട് എപ്പോഴേലും വരാൻ പറഞ്ഞെന്ന്. ആ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്ന പോലെ വാങ്സോ അവിടുന്ന് പോകുന്നു. അന്ന് രാത്രി ഹാജിൻ മുറി പൂട്ടിയൊക്കെ ഇട്ടിട്ട് അകത്തിരുന്ന് ആലോചിക്കുകയാണ്. ഞാൻ എന്തായാലും അന്ന് മരിച്ചതായിരുന്നല്ലോ, പിന്നെ ഞാൻ ഇപ്പം എങ്ങനെയാണ് വന്നത്? മാത്രമല്ല എൻ്റെ പേര് ഹാജിൻ എന്നായിരുന്നല്ലോ, ഇവരെല്ലാവരും എന്തിനാണ് എന്നെ ഹെയ്സു എന്ന് വിളിക്കുന്നതെന്നൊക്കെ ഹാജിൻ ആലോചിക്കുകയാണ്. എന്തായാലും എനിക്കിത് മറ്റൊരു അവസരമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ പോലും എനിക്ക് ആരാണ് ഹെയ്സു എന്നോ ഇപ്പോഴത്തെ രാജാവ് കഴിഞ്ഞാൽ ആരാണ് രാജാവായിട്ട് കൊറിയോയിൽ വരുന്നതെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നൊക്കെ ഹാജിൻ ആലോചിക്കുന്നു. വൂക്ക് വീട്ടിലെത്തിക്കഴിയുമ്പോൾ ലേഡി ഹേ പറയുകയാണ് ഇന്ന് ഹെയ്സു 2 മണിക്കൂറോളം വെള്ളത്തിനടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ആ ഒരു സമയത്ത് ഹെയ്സുവിൻ്റെ ഓർമ്മകളും നഷ്ടപ്പെട്ടുവെന്ന് ഷൈ പറയുന്നു. അവളിപ്പോൾ വാതിലൊന്നും തുറക്കുന്നില്ല. എന്താണ് അവൾ ചെയ്യുന്നത്? അവൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് എനിക്ക് പേടിയുണ്ടെന്നൊക്കെ ലേഡി ഹേ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ വൂക്ക് ആ വാതിലൊക്കെ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുന്നു. റൂമിനകത്തെത്തുന്ന വൂക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാജിനെയാണ് കാണുന്നത്. വൂക്ക് പറയുകയാണ് ഞാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതും ഞാൻ തന്നെ ആയിരിക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. വൂക്ക് കൈയെല്ലാം നീട്ടിയിട്ട് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വരാൻ ഹാജിനോട് പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ഹാജിൻ വൂക്കിൻ്റെ കൈ പിടിക്കുന്നു. വാങ്സോ തൻ്റെ ചെറുപ്പകാലം ആലോചിക്കുന്നു. വാങ്സോ കുട്ടിയായിരുന്നപ്പം ടൈജോയും ക്വീനും തമ്മിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു. ക്വീന് തൻ്റെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ടൈജോ മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ക്വീൻ അറിഞ്ഞത്. ഈ ടൈജോ എന്ന് പറയുന്ന ആൾ ഒരുപാട് വിവാഹങ്ങൾ കഴിച്ചിട്ടുള്ള ആളാണ്. മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ആ നാട്ടിലെ രാജകുമാരിനെ കല്യാണം കഴിക്കുകയായിരുന്നു സ്ഥിരം പരിപാടി. ഇവരുടെ വഴക്കിനിടയിലേക്ക് വാങ്സോനെയും കൂടി ക്വീൻ കൊണ്ടിരുന്നു. ക്വീൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് വാങ്സോനെ കുത്തുന്ന രീതിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു നിങ്ങളൊരു കാര്യം തീരുമാനിക്കുക, ഒന്നുകിൽ നിങ്ങൾക്ക് മറ്റൊരു വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് രക്ഷിക്കാം. ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഈ വിവാഹം തടയാൻ സാധിക്കില്ല എന്ന് ടൈജോ പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ക്വീൻ ഒരുപാട് ദേഷ്യം വരുന്നു. ടൈജോ ക്വീൻ്റെ കയ്യിൽ നിന്നും കത്തിയൊക്കെ മേടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വാങ്സോയ്ക്കിട്ട് ക്വീൻ തന്നെ കുത്തുന്നു. അങ്ങനെ അവർ നോക്കുമ്പോഴത്തേക്കും വാങ്സോയുടെ നെറ്റിയിൽ നിന്നും കണ്ണിൻ്റെ അവിടേക്ക് ഒരു വലിയ മുറിവ് തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വാങ്സോ ഒരു മുഖംമൂടി ധരിക്കുന്നതെന്നുള്ളതിൻ്റെ ഉത്തരവായിരുന്നു ഇത്. ഹെയ്സുവിന് ചൈ ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. എൻ്റെ തല ആ കല്ലിനായിട്ടൊക്കെ ഇടിച്ചപ്പോൾ എൻ്റെ ഓർമ്മകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒന്നും ഓർക്കാൻ സാധിക്കാത്തത്. എങ്കിലും നീ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പം എനിക്ക് ചെറുതായിട്ട് ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടെന്നൊക്കെ ഹെയ്സു പറയുന്നു. എൻ്റെ പേര് ഹെയ്സു, നിൻ്റെ പേര് ചെയ്, നീ എൻ്റെ സെർവൻ്റ് അല്ലേ, ഞാനിപ്പോൾ പറഞ്ഞല്ല ശരിയല്ലേ എന്നൊക്കെ ഹെയ്സു ചെയ്യോട് ചോദിക്കുന്നു. ചെയ് ഹെയ്സുവിനെ മാറ്റി നിർത്തി ചോദിക്കുകയാണ് ഇപ്പം നീ എല്ലാം അഭിനയിക്കുന്നതല്ലേ, ശരിക്കും നിനക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ലേ എന്ന്. അന്നേരം ഹെയ്സു ചെയ്യുടെ കൈയെല്ലാം നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് പറയുകയാണ് ഇതിനുള്ളിൽ മറ്റൊരാളുണ്ട്. ഞാൻ മറ്റൊരാളുടെ ശരീരത്താണ് ഇപ്പോഴുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അവസ്ഥ എനിക്ക് നിന്നെ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഹെയ്സു തിരിച്ചറിയുകയാണ് തൻ്റെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന പാടുകളൊന്നും ഇപ്പം ഇല്ല എന്ന്. മാത്രമല്ല ശരീരത്ത് ഒരു മുറിവുകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെയ്സിന് വളരെയധികം സന്തോഷമാകുന്നു. രാജകുമാരന്മാരെല്ലാവരും ചോയ്ജി താമസിക്കുന്നിടത്ത് വരുന്നു. അവർ ചോയ്ജി ഉണ്ടാക്കിയിരിക്കുന്ന ടെലസ്കോപ്പും പറക്കുന്ന രീതിയിലുള്ള യന്ത്രങ്ങളുടെ മോഡലുകളും കാണുന്നു. ചോയ്ജി ശരിക്കും ഒരു ജീനിയസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് യോൺ ചോയ്ജിനെ ഒരുപാട് പുകഴ്ത്തുന്നു. ചോയ്ജിയോട് 3rd പ്രിൻസ് ആയിട്ടുള്ള യോ ചോദിക്കുകയാണ് വാങ്മോ രാജാവെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെ ആയിരുന്നോ എന്ന്. ചോയ്ജി എപ്പോഴും രാജാവിൻ്റെ വാങ്മോൻ്റെയൊക്കെ കൂടെ തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ അതൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് 9th പ്രിൻസ് ആയിട്ടുള്ള വോൺ പറയുന്നു. ചോയ്ജി പറഞ്ഞതൊന്നും നുണയല്ല എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി 13th പ്രിൻസ് ആയിട്ടുള്ള ബേഖ പറയുകയാണ് എൻ്റെ ഫ്യൂച്ചർ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. ബേക്കയുടെ പിറകെ ഒരുപാട് ഗേൾസ് എല്ലാം വരുമെന്നായിരുന്നു ചോയ്ജി പറഞ്ഞത്. അത് കേട്ട് കഴിയുമ്പോൾ ഉണ്ണും ബേഖനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നു. 10th പ്രിൻസ് ആയിട്ടുള്ള ഉണ്ണും 14th പ്രിൻസ് ആയിട്ടുള്ള ചെങ്ങും ഭയങ്കര സ്നേഹത്തിലൊക്കെ ആണെങ്കിലും എപ്പോഴും അവർ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
അങ്ങനെ എല്ലാ രാജകുമാരന്മാരും ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നതെല്ലാം ചോദിച്ച് ശ്രദ്ധിക്കുന്നു. ഫോർത്ത് പ്രിൻസ് ആയിട്ടുള്ള വാങ്സോ കൊട്ടാരത്തിലൊക്കെ എത്തിയെന്ന് പറഞ്ഞിട്ടും നമ്മളാരും ഇതുവരെ അവനെ കണ്ടില്ലല്ലോ എന്നൊക്കെ അവർ സംസാരിക്കുന്നു. അങ്ങനെ അവരുടെ മുന്നിലേക്ക് വാങ്സോ എത്തുന്നു. എല്ലാവരും ഭയത്തോടെ തന്നെ ആയിരുന്നു വാങ്സോനെ നോക്കിയത്. ബൂക്ക് മാത്രമാണ് വാങ്സോനെ കണ്ടിട്ട് പുഞ്ചിരിക്കുന്നത്. വാങ്സോയും തിരിച്ചു ചിരിച്ചിട്ടൊക്കെ പോകുന്നു. യോയും ബൂക്കും മാത്രമാണ് വാങ്സോനെ ഭയപ്പെടാതിരുന്നത്. വൂക്കും വൂക്കിൻ്റെ വൈഫായിട്ടുള്ള ലേഡി ഹേയും കൂടി നടന്നു പോവുകയായിരുന്നു. അത് കാണുമ്പോൾ ഹെയ്സ് ചെയ്യോട് വൂക്കിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ചെയ് പറയുകയാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നത് വൂക്കിനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടണോ എന്നാണ്. ഈ ഗോറിയോയിലുള്ള ഏറ്റവും മികച്ച രാജകുമാരൻ വൂക്ക് തന്നെയാണ്. ഹെയ്സുവിന് ഒരുപാട് കാര്യങ്ങളൊന്നും ചരിത്രത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. എന്നാലും ഹെയ്സ് ഓർക്കുകയാണ്, ഇനി വൂക്കെങ്ങാനുമാണോ അടുത്ത രാജാവായിട്ട് വരുന്നതെന്ന്. അടുത്ത രാജാവ് ഗ്വാങ്ജോങ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് മാത്രമേ ഹെയ്സുവിന് അറിയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആരാണ് ഗ്വാങ്ജോങ് എന്ന് ഹെയ്സുവിന് അറിയില്ലായിരുന്നു. അകലെ നിന്നുകൊണ്ട് വൂക്കിനെയും ലേഡി ഹേനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹെയ്സു വൂക്ക് ലേഡി ഹേയ്ക്ക് ചെരുപ്പെല്ലാം ഇട്ടുകൊടുക്കുന്നത് കാണുന്നു. ഇന്നലെ രാത്രി വൂക്ക് എന്നെയും സഹായിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഹെയ്സു ഓർക്കുന്നു. ഹെയ്സു അങ്ങനെ അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം വൂക്കും മനസ്സിലാക്കുന്നു. അടുത്തായിട്ട് ഒരാളും കൂടി വരികയാണ്. അതാണ് പ്രിൻസസ് ആയിട്ടുള്ള യോഹ. യോനെ കാണുമ്പോൾ തന്നെ ചെയ് കുനിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹെയ്സു അങ്ങനെ കുനിയാതിരിക്കുമ്പോൾ നിന്നെ മാനേഴ്സൊക്കെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് യോൺ ചോദിക്കുന്നു. ഇങ്ങനെ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനെയൊക്കെ നോക്കി നിൽക്കുന്നത് അത്രയ്ക്ക് നല്ല ശീലമല്ല എന്നൊക്കെ യോൺ ഹെയ്സുവിനോട് പറയുന്നു. ഹെയ്സ് പറയുകയാണ്, എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി, അല്ലാണ്ട് ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താനൊന്നും നിങ്ങൾ നോക്കേണ്ട. ചെയ്യോ എന്നോട് പറയുകയാണ്, ഹെയ്സുവിൻ്റെ തലയെല്ലാം ഇടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഓർമ്മകളും പോയി. ഇപ്പോൾ അവൾക്ക് വട്ടായതുപോലെയൊക്കെയാണ്. അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും അതൊന്നും കാര്യമാക്കേണ്ടായിരുന്നു. ഹെയ്സുവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ചെയ് നോക്കുമ്പോൾ യോൻ ഹെയ്സുവിനോട് ദേഷ്യപ്പെടുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ഹെയ്സു തിരിച്ചും ഒച്ചത്തിലൊക്കെ സംസാരിക്കുന്നു. വൂക്ക് അവരുടെ ഇടയിലേക്ക് വന്നിട്ട് യോനോട് പറയുകയാണ്, ഹെയ്സുവിന് ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതൊന്നും നീ കാര്യമാക്കേണ്ട. ഹെയ്സുവിനെ അവിടെ നിന്നും മാറ്റി നിർത്തി വൂക്ക് സംസാരിക്കുന്നു. നിനക്ക് ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നീ എന്നെയും ഓർക്കുന്നില്ലല്ലോ എന്നെല്ലാം വൂക്ക് ചോദിക്കുന്നു. നീ എന്തിനാണ് അന്ന് രാജകുമാരന്മാർ കുളിക്കുന്നിടത്തൊക്കെ പോയത്? അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളതെന്നൊക്കെ വൂക്ക് ചോദിക്കുമ്പോൾ ഹെയ്സ് പറയുകയാണ്, അതിനുശേഷമായിരുന്നു എനിക്ക് എൻ്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എന്താണ് നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ വൂക്ക് ഹെയ്സുവിനോട് ചോദിക്കുന്നു. എൻ്റെ വൈഫിൻ്റെയും എൻ്റെയും കൂടെ നീ നിൻ്റെ നാട്ടിൽ നിന്നും വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, അതോ നീ അതെല്ലാം മറന്നു പോയോ എന്നും വൂക്ക് ചോദിക്കുന്നു. അപ്പോൾ ഹെയ്സ് പറയുകയാണ്, ഞാൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തോളാം. വൂക്കിനെ ലൈബ്രറിയിൽ വെച്ച് കാണാതായി ഹെയ്സു അന്വേഷിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് വൂക്ക് ഹെയ്സിൻ്റെ മുന്നിലായിട്ട് വരുന്നു. അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുമ്പോൾ വൂക്ക് പറയുകയാണ്, എനിക്ക് നിന്നെ കാണുമ്പോൾ മറ്റാരോ ആയിട്ട് തോന്നുന്നു. പണ്ടുണ്ടായിരുന്ന ആളെയല്ല നീ ഇപ്പം. പക്ഷെ എന്തൊക്കെ ആയാലും എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എൻ്റെ വൈഫ് നിന്നെ ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അവളെ നീ ഇനി വിഷമിപ്പിക്കരുത്. അത്രയും പറഞ്ഞു കഴിഞ്ഞ് വൂക്ക് ഹെയ്സുവിനോട് പൊക്കോളാൻ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഹെയ്സു അവിടുന്ന് പോകുന്നു. വാങ്സോ ചോയ്ജിയുടെ ലൈബ്രറിയിലെല്ലാം എത്തി ഓരോ ബുക്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചോയ്ജി എത്തുന്നു. നിനക്ക് ഏത് ബുക്കാണ് വേണ്ടതെന്ന് പറയുവാണെങ്കിൽ ഞാൻ അതെല്ലാം നിനക്ക് തരാമെന്ന് ചോയ്ജി പറയുമ്പോൾ എന്നെ വിളിപ്പിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് വാങ്സോ തിരിച്ചു പറയുന്നു. അപ്പോൾ ചോയ്ജി പറയുകയാണ്, അടുത്തതായിട്ട് രാജാവാകാൻ പോകുന്ന വാങ്മുവിൻ്റെ ഫുഡിലെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന ഒരു കോട്ട് ലേഡി വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും ആരാണത് ചെയ്തതെന്നൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാജകുടുംബത്തിലെ തന്നെ ഒരംഗമാണ് വാങ്മുവിനെ കൊല്ലാൻ ശ്രമിച്ചത്. അത് ഉറപ്പായിട്ടും ഒരു പ്രിൻസ് ആയിരിക്കും. പക്ഷെ അത് ആരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. നീ അത് ആരാണെന്ന് കണ്ടെത്തണമെന്നൊക്കെ വാങ്സോയോട് ചോയ്ജി പറയുന്നു. നിങ്ങളെല്ലാവരും എന്നെ ഒരു നായയായിട്ടാണോ കാണുന്നതെന്നൊക്കെ വാങ്സോ ചോയ്ജിയോട് ചോദിക്കുന്നു. നിനക്കിനിയും ആരുടെയും ബന്ധനത്തിൽ കഴിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ നീ അന്ന് വന്നപ്പോൾ കുതിരേനെല്ലാം കൊന്നതെന്ന് ചോയ്ജി ചോദിക്കുന്നു. നീ ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നിനക്ക് എല്ലാ പ്രിൻസിനെയും പോലെ സ്വതന്ത്രമായിട്ട് തന്നെ നടക്കാമെന്നും ചോയ്ജി പറയുന്നു. നീ തന്നെ ഈ അന്വേഷണം എല്ലാം നടത്തണമെന്ന് വാഗ്മു തന്നെയാണ് പറഞ്ഞതെന്നും ചോയ്ജി പറയുന്നു. അങ്ങനെ വാഗ്മു എത്തുമ്പോഴത്തേക്കും ചോയ്ജി പറയുകയാണ്, അടുത്തതായിട്ട് ഇവിടെ ഒരു റിച്വൽ നടക്കുന്നില്ലേ, ആ ഒരു സമയത്ത് വാഗ്മുവിനെ ആരൊക്കെയോ ചേർന്ന് കൊല്ലാൻ നോക്കുമെന്ന് ഞങ്ങൾക്കൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ട്. വാങ്മു പറയുകയാണ്, എനിക്കിപ്പോൾ ഇവിടെ ഉള്ളതിൽ വെച്ച് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. നീ എന്ത് കാര്യം പറഞ്ഞാലും അത് സാധിച്ചു തരാമെന്ന് വാങ്മു പറയുമ്പോൾ വാങ്സോ പറയുകയാണ്, എനിക്കിനി തിരിച്ചു പോകണമെന്നില്ല, എനിക്കിവിടെ തന്നെ താമസിച്ചാൽ മതി, അതാണ് എൻ്റെ ആഗ്രഹമെന്ന്. വൂക്കിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരും ദീപങ്ങളെല്ലാം കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിളക്ക് പല പൂക്കളുടെ ആകൃതിയിലൊക്കെ ആക്കുന്നു. പക്ഷെ ഹെയ്സൂന് അതൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും യോൻ, നിനക്ക് പറ്റിയ പണിയല്ല ഇതെന്നെല്ലാം പറഞ്ഞ് ഹെയ്സൂനെ പറഞ്ഞു വിടാൻ നോക്കുന്നു. ഇതിന് പകരമായിട്ട് എനിക്ക് വേറെ എന്ത് ജോലി തന്നാലും ഞാനത് ചെയ്തോളാം ഹെയ്സു പറയുമ്പോൾ, നീ എന്നാ പശയെല്ലാം ഉണ്ടാക്കാൻ പോയി ഇരുന്നോളാനാണ് യോൻ പറഞ്ഞത്. അങ്ങനെ ഒരു വലിയ പാത്രത്തിൽ പശയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹെയ്സു. പക്ഷേ ഇത് അത്രയ്ക്ക് വലിയ പണിയായിരിക്കുന്നൊന്നും ഹെയ്സു കരുതിയിരുന്നില്ല. അങ്ങനെ ഹെയ്സു മടുത്തു കഴിയുമ്പോൾ കുറേ എക്സസൈസൊക്കെ ചെയ്യുന്നു. അങ്ങനെ എക്സസൈസൊക്കെ ചെയ്യുന്നത് വൂക്ക് കാണുന്നുണ്ടായിരുന്നു. എക്സസൈസൊക്കെ ചെയ്തു നിന്നപ്പോഴത്തേക്കും ഗ്ലൂ അടുപ്പിലിരിക്കുകയാണെന്നുള്ള കാര്യം ഹെയ്സു മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനിപ്പോൾ എന്ത് പറ്റിയെന്നൊന്നും അറിയാത്തത് കൊണ്ട് വേഗം ഓടി ഗ്ലൂ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കുന്നു. അങ്ങനെ ആ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹെയ്സു വൂക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. വൂക്കിനെ കാണുമ്പോൾ ഹെയ്സ് പറയുകയാണ്, പ്രിൻസസിന് എന്നെ വലിയ കാര്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ജോലികളൊക്കെയാണ് പ്രിൻസസ് ഇപ്പം തരുന്നതെന്ന്. അപ്പോൾ ഹെയ്സ് പറഞ്ഞ കാര്യം വൂക്ക് തിരിച്ചു പറയുന്നു, നീ എല്ലാ കാര്യവും പെട്ടെന്ന് പഠിക്കുന്നതല്ലേ, നിനക്ക് ഒരുപാട് ടാലൻ്റ് ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നിനക്ക് ഈ ജോലി നന്നായിട്ട് ചേരുമെന്ന്. അങ്ങനെ വൂക്ക് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അതിനകത്ത് രാജകുമാരന്മാരെല്ലാവരും വാളുകൊണ്ടുള്ള ഒരു ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അവരത് റിച്വലിന് ചെയ്യാനിരുന്നിരുന്നതാണ്. എല്ലാവരും അതെല്ലാം ചെയ്യാൻ പഠിച്ചുവെങ്കിലും ഉണ്ണിനാണ് ഇതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ലാത്തത്. അങ്ങനെ പ്രാക്ടീസിനെല്ലാം ശേഷം അവരെല്ലാവരും ബ്രേക്ക് എടുത്തിരിക്കുമ്പോഴത്തേക്കും വോൺ ചോയ്ജിയോട് ചോദിക്കുകയാണ്, ഈ ഒരു റിച്വൽ നടക്കുന്ന സമയത്ത് രാജാവ് കിരീടം വാഗ്മോയ്ക്ക് കൊടുക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു, അതെല്ലാം സത്യമാണോ എന്ന്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചോയ്ജി പോകുന്നു. അങ്ങനെ ചോയ്ജി പോയതിന് ശേഷം വൂക്ക് വോണിനോട് പറയുകയാണ്, നീ ഒരിക്കലും അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു, രാജാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യമെല്ലാം പോക്കാണെന്ന്. അവനവൻ്റെ ആകാംക്ഷ കൊണ്ട് ചോദിച്ചതല്ലേ, അതിലൊരു തെറ്റുമില്ലല്ലോ, ചോയ്ജി ആണെങ്കിലും അതിനെ എതിർത്തൊന്നുമില്ലല്ലോ, അറിയത്തില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ എന്നൊക്കെ യോ പറയുന്നു. ഹെയ്സു ആണെങ്കിൽ ഗ്ലൂ എല്ലാം ഇളക്കി ഇളക്കി ആകെ മടുത്ത് കിടക്കുകയായിരുന്നു. അങ്ങനെ ഹെയ്സു എണീറ്റ് കഴിയുമ്പോഴാണ് അതിലെ ചോയ്ജി നടന്നു പോകുന്നത് ഹെയ്സു ശ്രദ്ധിക്കുന്നത്. ചോയ്ജിനെ കാണുമ്പോൾ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഹെയ്സു ഓർക്കുന്നു. അങ്ങനെ ഹെയ്സു ഓർക്കുകയാണ്, അന്ന് ആ നദിയിലേക്ക് ചാടുന്നതിന് മുമ്പ് ഡ്രിങ്ക്സ് എല്ലാം കൊടുത്ത ആ ഒരാളല്ലേ ഇതെന്ന്. അങ്ങനെ ഓർത്തതിന് ശേഷം ഹെയ്സു ചോയ്ജിനെ പിന്തുടർന്ന് പോകുന്നു. അങ്ങനെ കുറേ ദൂരം എത്തിക്കഴിയുമ്പോൾ എങ്ങോട്ടാണ് ചോയ്ജി പോയതെന്നറിയാതെ ഹെയ്സു വഴിയിൽ നിൽക്കുന്നു. അപ്പോഴാണ് വാങ്സോ അതിലെ വരുന്നത്. വാങ്സോ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വേഗം ഓടി വാങ്സോയ്ക്കുള്ള വഴിയൊരുക്കുകയാണ്. അങ്ങനെ ആളുകളുടെ ബഹളമൊക്കെ കേട്ടിട്ട് ഹെയ്സു തിരിഞ്ഞു നോക്കുമ്പോഴാണ് വാങ്സോ കുതിരപ്പുറത്ത് വരുന്നത് ഹെയ്സു കാണുന്നത്. വാങ്സോനെ കണ്ട് പേടിച്ചോടുന്ന കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ തട്ടുമ്പോഴത്തേക്കും ഹെയ്സു മറിഞ്ഞ് വീഴാൻ തുടങ്ങുന്നു. പക്ഷേ ഹെയ്സു വീഴുന്നതിന് മുമ്പ് തന്നെ വാങ്സോ വന്ന് ഹെയ്സുവിനെ രക്ഷിക്കുന്നു. വാങ്സോ ഒരു കൈയും കൊണ്ട് ഹെയ്സൂനെയൊക്കെ പിടിച്ചിട്ട് ആ കുതിരപ്പുറത്തേക്ക് കയറ്റുന്നു. അങ്ങനെ ഹെയ്സൂനെ ആയിട്ട് വാങ്സോ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ അവർ പരസ്പരം നോക്കി നിൽക്കുന്നു. വീഴാൻ പോയ ഹെയ്സൂനെ രക്ഷിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് പോവുകയായിരുന്നു വാങ്സോ. ഹെയ്സു വാങ്സോയുടെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുമ്പോൾ വാങ്സോ ഹെയ്സൂനെ നോക്കുന്നു. അങ്ങനെ വാങ്സോ ഹെയ്സൂനെ കുതിരപ്പുറത്ത് നിന്ന് തള്ളി താഴേക്കിടുന്നു. ഹെയ്സ് വീണിടത്തുനിന്ന് എണീറ്റ് വന്നിട്ട്, ഇങ്ങനെയൊക്കെയാണോ ഒരാളോട് ചെയ്യേണ്ടത്, കുതിരപ്പുറത്ത് നിന്നൊക്കെ തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാവോ എന്നൊക്കെ വളരെയധികം ദേഷ്യപ്പെട്ട് വാങ്സോയോട് ചോദിക്കുന്നു. പക്ഷെ വാങ്സോ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നു. വീണ്ടും വാങ്സോനെ തടഞ്ഞു നിർത്തി, ഇത്രയും ആളുകളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുതിരയായിട്ട് പോകണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ വാങ്സോ അതേ കുതിരേനെ വെച്ച് തന്നെ ഹെയ്സുവിനെ പേടിപ്പിച്ചിട്ട് പോകുന്നു. നിങ്ങളുടെ കാര്യം ഞാൻ പോലീസിനോട് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ ഹെയ്സു വളരെ ഒച്ചത്തിൽ പറയുമ്പോൾ ഒരു സ്ത്രീ ഓടി വന്നിട്ട് ഹെയ്സുവിനോട് പറയുകയാണ്, അതിവിടുത്തെ 4th പ്രിൻസാണ്. വാങ്സു വളരെയധികം ദുഷ്ടനാണ്, നീ ജീവനോടെ ഇപ്പോൾ ഉണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രിൻസ് ആയിരുന്നു എന്നൊക്കെ കേട്ട് ഞെട്ടലോടെ ഹെയ്സു നിൽക്കുമ്പോഴാണ് ഹെയ്സുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. നിന്നെ യോൺ അന്വേഷിക്കുന്നുണ്ട്, എത്രയും വേഗം തിരിച്ചു കൊട്ടാരത്തിലേക്ക് വരാനൊക്കെ പറയുന്നു. പ്രിൻസസ് ആയിട്ടുള്ള യോൺ സഹോദരന്മാരുടെ കൂടെ ഇരിക്കുകയാണ്. പക്ഷെ അവർ 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടെ ഇല്ലായിരുന്നു. വരാൻ പോകുന്ന റിച്വലിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനാണ് അവരിപ്പോൾ ഈ മീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. വാങ്സോ ഞങ്ങളെ സഹോദരന്മാരായിട്ട് കാണുന്നൊന്നുമില്ല, എപ്പോഴും ഞങ്ങളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ വാങ്സോയുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണെന്നൊക്കെ കൂടെയുള്ള ബാക്കി സഹോദരന്മാരും പറയുന്നു.
അങ്ങനെ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാങ്സോ എത്തുന്നത്. വാങ്സോനെ കാണുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്നെങ്കിലും യോൻ മാത്രമാണ് സന്തോഷിച്ചെല്ലാം ഇരിക്കുന്നത്. ഈ ഒരു സീരീസിലെ എല്ലാ ക്യാരക്ടേഴ്സും ശരിക്കും ഉള്ളത് തന്നെയാണ്. ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ എടുത്ത ഒരു കഥയാണിത്. പക്ഷേ ഹെയ്സുവിൻ്റെ ഒരു ക്യാരക്ടർ മാത്രമാണ് ഇവരിതിൽ വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വൂക്കും യോനും ബ്രദറും സിസ്റ്ററും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വാങ്സോയോട് പറയുകയാണ്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നീയും കൂടി വന്ന് താമസിച്ചോളാൻ. പക്ഷേ അത് യോയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. യോ പറയുകയാണ്, അവനോട് മനുഷ്യന്മാർ സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞാലൊന്നും അവന് മനസ്സിലാകില്ല, മൃഗങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ എന്ന്. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ ബാക്കി എല്ലാവരും നോക്കുമ്പോഴത്തേക്കും വാങ്സോ പറയുകയാണ്, അത് നേര് തന്നെയാണ്, അതുകൊണ്ടാണ് യോ എന്ത് പറഞ്ഞാലും എനിക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകുന്നതെന്ന്. അങ്ങനെ യോ ചമ്മിയിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും വൂക്കിനും ചിരിയെല്ലാം വരുന്നു. വൂവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം ഫുഡെല്ലാം ആയിട്ടെത്തുന്നു. ഹെയ്സുവിനെ വിളിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിൽ ഹെയ്സു അകത്തേക്ക് കയറി വരുന്നു. എങ്കിലും ആരും കാണാതെയൊക്കെ ഇരിക്കാൻ മുഖമെല്ലാം മറച്ചുകൊണ്ടായിരുന്നു ഹെയ്സു വന്നത്. അങ്ങനെ ഹെയ്സു ഒളിച്ചു നിൽക്കുന്നതെല്ലാം വാങ്സോയും വൂക്കും കാണുന്നുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് അവിടെ ഹെയ്സു നിൽക്കുന്നത് കാണുന്നത്. ഹെയ്സു അങ്ങനെ ഒളിച്ചു നിന്ന് വൂക്കിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹെയ്സുവിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെ ഹെയ്സുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഒളിച്ചു നിന്ന ഹെയ്സുവിനെ പിടിച്ച് എല്ലാവരുടെ മുൻപിലായിട്ട് നിർത്തിയിട്ട് പറയുകയാണ്, സത്യമല്ലേ ഞാൻ പറയുന്നേ, ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടില്ലേ എന്ന്. അങ്ങനെ ഹെയ്സിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കാൻ നേരത്ത് ഹെയ്സു മുഖം പല രീതിയിലൊക്കെ തിരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇവരെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവസാനം ഹെയ്സിൻ്റെ മുഖത്തെല്ലാം പിടിച്ച്, നിങ്ങളല്ലേ അന്ന് ഞങ്ങൾ കുളിക്കുന്നിടത്തൊക്കെ വന്നതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണിൻ്റെ കൈ മാറ്റുമ്പോൾ ചെയ്യുടെ കയ്യിലുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം താഴെ വീണ് പൊട്ടുന്നു. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്നും ഹെയ്സു ഓടിപ്പോകുന്നു. ഹെയ്സു ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ലല്ലോ, പണ്ട് എന്ത് പാവമായിരുന്നു, ഇപ്പം ഭയങ്കര കെയർലെസ് ആയിട്ടാണല്ലോ പെരുമാറുന്നതെന്നൊക്കെ ബേക്ക പറയുന്നു. അവൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ പോലും ഞാൻ അവളുമായിട്ട് നിങ്ങളുടെ അത്ര കമ്പനിയൊന്നും അല്ലായിരുന്നു എന്ന് ബേക്കായോട് വൂക്ക് തിരിച്ച് പറയുന്നു. അന്ന് നീ കണ്ടത് ഹെയ്സുവിനെ ആകില്ല, നിനക്ക് ആള് മാറിയതായിരിക്കും എന്നൊക്കെ യോൻ പറയുമ്പോൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം അത് അവൾ തന്നെയാണെന്ന് പറയുന്നു. ഹെയ്സു വെളിയിലെല്ലാം ഇറങ്ങിയിട്ട് അവൻ എന്തൊരു ഓർമ്മശക്തിയാ, എന്നെ ഇപ്പോഴും അവൻ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുന്നു. എന്തായാലും സമാധാനിക്ക്, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഹെയ്സു നോക്കുമ്പോഴാണ് ഹെയ്സുവിനെ അന്വേഷിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത്. അങ്ങനെ ഹെയ്സുവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കെട്ടിടത്തിൽ നിന്നും സൗണ്ട് എല്ലാം കേൾക്കുമ്പോൾ അതിനകത്ത് ഹെയ്സു ഉണ്ടോ എന്നറിയാൻ നോക്കുന്നു. പക്ഷെ അവിടെ ഹെയ്സു ഉണ്ടായിരുന്നില്ല, മറിച്ച് ചൈ ഡ്രസ്സ് മാറുമായിരുന്നു. ഹെയ്സു അവിടെ ഇല്ല എന്നറിഞ്ഞിട്ടും പോകാതെ അവിടെ തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ നോക്കുന്നതെല്ലാം ഹെയ്സു കാണുകയും ചെയ്യുന്നു. പിന്നീട് ഉണ്ണിനെ കാണുമ്പോൾ ബഹളമൊക്കെ വയ്ക്കുന്നു. അങ്ങനെ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുമ്പോൾ ഉണ്ണിനെ തടയുന്നു. നീയല്ല ഇപ്പം അവിടെ ഒളിഞ്ഞു നോക്കിയത്, ഞാനെല്ലാം കണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്സു പറയുന്നു. ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുടെ അടുത്ത് എന്നിട്ട് ഞാനാണെന്ന് നീ കണ്ടായിരുന്നോ എന്നൊക്കെ വളരെയധികം പേടിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ആരാന്ന് കണ്ടില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഹെയ്സുവിൻ്റെ മുന്നിലെത്തി പറയുകയാണ്, ഞാനല്ലാതെ ചെയ്തതെന്ന് അവൾ പറഞ്ഞില്ലേ, ഇനി നിനക്ക് എന്താണ് അറിയേണ്ടതെന്ന്. അവളോട് ക്ഷമ ചോദിക്കാതെ നീ ഒരിടത്തും പോകണ്ടെന്ന് ഉണ്ണിനോട് ഹെയ്സു തറപ്പിച്ച് പറയുന്നു. ഞാനൊരു രാജകുമാരനാണ്, അതുകൊണ്ട് തന്നെ കണ്ട സ്ലേവ്സിൻ്റെ അടുത്തൊന്നും എനിക്ക് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു. നീ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഹെയ്സു ഉണ്ണിനെ തടഞ്ഞു വയ്ക്കുമ്പോഴത്തേക്കും ഉണ്ണിനും ദേഷ്യം വന്നിട്ട് നീ മാറി നിൽക്കാനൊക്കെ പറഞ്ഞ് ഹെയ്സുവിനെ തള്ളുന്നു. അങ്ങനെ തള്ളി ഹെയ്സു നിലത്ത് വീഴുന്നു. ഹെയ്സു വീണ് കഴിയുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്നും പോകാമെന്നൊക്കെ ഓർത്ത് നടന്നു പോകുമ്പോൾ ഹെയ്സു ഉണ്ണിൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് ഉണ്ണിനെയും കൂടി നിലത്തിടുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടിയുള്ള ഒരു അടിയാണ് കാണിക്കുന്നത്. മാപ്പ് പറയാൻ പറഞ്ഞ് ഹെയ്സുവും ഒന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി അവിടെ നിന്ന് വളരെയധികം അടി കൂടുന്നു. വെളിയിൽ എന്തോ അടി നടക്കുകയാണെന്ന് തോന്നുന്നു, നമുക്കെല്ലാവർക്കും അത് കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സും കൂടി പോകുന്നു. സോ മാത്രം അവിടെ തന്നെ ഇരിക്കുന്നു. അവരെ അടി കൂടുന്നതിൻ്റെ ബഹളമൊക്കെ കേട്ടിട്ട് ആളുകൾ കൂടുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ഇവർ പിന്നെ അവരുടെ അടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹെയ്സുവിൻ്റെ കഴുത്തിനെല്ലാം ചുറ്റിപ്പിടിക്കുമ്പോഴത്തേക്കും ഹെയ്സു ഉണ്ണിൻ്റെ കയ്യിൽ കടിച്ചിട്ട് ഉണ്ണിനെ തള്ളിയിടുന്നു. പിന്നീട് ഹെയ്സുവിനെ തള്ളിയിട്ടിട്ട് ഹെയ്സുവിനെ തല്ലാനായിട്ട് വരുമ്പോൾ ഹെയ്സു ഉണ്ണിനെ ചവിട്ടുന്നു.
ഉണ്ണിനെ ചവിട്ടുപാടിയൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഫ്രണ്ട്സ് എല്ലാം ചിരിക്കുകയായിരുന്നു. ജങ്ങാണെങ്കിലോ അങ്ങനെ ഇടി ഇങ്ങനെ ഇടി എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നും ഉണ്ടായിരുന്നു. പിന്നീട് വീണ് കിടക്കുന്ന ഉണ്ണിൻ്റെ മേത്ത് കയറിയിരുന്ന ഹെയ്സു ഉണ്ണിനെ തല്ലുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുകയാണല്ലോ എന്നുള്ള രീതിയിൽ യോനും വൂക്കും നോക്കി നിൽക്കുന്നു. ഇത്രയെല്ലാം അടി കിട്ടിയിട്ടും ഞാൻ ക്ഷമയൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞ് ഹെയ്സുവിനെ കളിയാക്കുന്നു. ഇവൻ ഇതൊന്നും കിട്ടിയാൽ മതിയാവില്ല എന്നുള്ള രീതിയിൽ ഹെയ്സു ഉണ്ണിനെ തല കൊണ്ടൊക്കെ ഇടിക്കുന്നു. അതിനുശേഷം ഹെയ്സു ഉണ്ണിനെ തല്ലാനായിട്ട് കൈയെല്ലാം ഉയർത്തി കഴിയുമ്പോൾ ഹെയ്സുവിൻ്റെ കയ്യിൽ പിടിച്ച് വാങ്സോ ഹെയ്സുവിനെ തടയുന്നു. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി അടികൂടുന്നത് കാണാൻ എല്ലാ പ്രിൻസും എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഇവർ മനസ്സിലാക്കുന്നത്. ഹെയ്സുവിനെ വാങ്സോ തടഞ്ഞു നിർത്തുമ്പോൾ എന്നാൽ ആ തക്കത്തിന് അവക്കിട്ട് രണ്ടെണ്ണം കൊടുത്തേക്കാന്നൊക്കെ വിചാരിച്ച് എണീറ്റ് വരുന്നു. പക്ഷെ ഉണ്ണിനെ വൂക്കും തടയുന്നു. എന്നിട്ട് ഉണ്ണിനെ വൂക്ക് പറഞ്ഞു വിടുമ്പോൾ ബേക്കായും ചെങ്ങും കൂടി ഉണ്ണിനെ നോക്കി കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പോയതിന് ശേഷം വാങ്സോ ഹെയ്സുവിൻ്റെ കയ്യിൽ നിന്നും വിടുന്നു. ഹെയ്സു വാങ്സോയുടെ പിറകെ ഓടിച്ചെന്നതിന് ശേഷം പറയുകയാണ്, ഇതെന്താണ് ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സ്ലേവ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണോ? പ്രിൻസസ് ആയാൽ എല്ലാവരും ക്ഷമ ചോദിക്കുകയും ചെയ്യും. എന്നെ കുതിരപ്പുറത്ത് നിന്നൊക്കെ തള്ളിയിട്ടതിന് എന്നോട് ക്ഷമ ചോദിക്കണമെന്ന് വാങ്സോയോട് ഹെയ്സു പറയുന്നു. മാത്രമല്ല നിന്റെ കൂടെ ഇല്ലേ അവനോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെയ്യോടും ക്ഷമ ചോദിക്കാൻ പറയണമെന്ന് പറയുന്നു. വാങ്സോ ഹെയ്സുവിനോട് പറയുകയാണ്, ഞാൻ ക്ഷമയെല്ലാം ചോദിക്കാം, പക്ഷേ ഇനി എൻ്റെ കൺമുമ്പിൽ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ കൊല്ലുമെന്ന്. അങ്ങനെ ക്ഷമ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ലേഡി ഹേ എത്തുന്നത്. ലേഡി ഹേയും വാങ്സോയും പരസ്പരം ഗ്രീറ്റെല്ലാം ചെയ്തിട്ട് പോകുന്നു. ലേഡി ഹേയോട് നമുക്ക് പെട്ടെന്ന് തന്നെ ടെമ്പിളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഹെയ്സു കൂട്ടിക്കൊണ്ട് പോകുന്നു. ഹെയ്സു പോയതിന് ശേഷം ഹെയ്സു എന്ന് വാങ്സോ പറയുകയും ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന കുറേ കല്ലുകളുടെ മുകളിൽ ലേഡി ഹേ ഒരു കല്ലും കൂടി എടുത്തു വയ്ക്കുന്നു. എന്തായാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. നീ ഒരിക്കലും പ്രിൻസിനെ തല്ലാനൊന്നും പാടില്ലായിരുന്നു. നീ ഇപ്പം വൂക്കിൻ്റെ സംരക്ഷണയിൽ കഴിയുന്നത് കൊണ്ട് തന്നെ വൂക്കിന് പോലും പണിഷ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ശരിക്കും ഉണ്ണിൻ്റെ ഭാഗത്ത് തന്നെ ആയിരുന്നു തെറ്റെന്നൊക്കെ ഹെയ്സു ലേഡി ഹേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ലേഡി ഹേ ഹെയ്സുവിനോട് പറയുകയാണ്, ഈ ഒരു ടെമ്പിളിൽ സാധാരണയായിട്ട് അമ്മമാരെല്ലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വരുന്നത്. എനിക്ക് മക്കളൊന്നുമില്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എപ്പോഴും ഇവിടെ വരാറ്. നീ ആകെ മാറിപ്പോയിട്ടുണ്ട്. നിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയായിരുന്നു നിന്നെ കണ്ടിരുന്നത്. ഞാൻ നിന്നെ നല്ലതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ മരിച്ചുപോയ നിൻ്റെ അമ്മ പോലും ഇപ്പം എന്നെ ഓർത്ത് സഹതപിക്കുന്നുണ്ടാകും എന്നും ലേഡി ഹേ പറയുന്നു. അമ്മേനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഹെയ്സുവിന് വളരെയധികം വിഷമമാകുന്നു. അങ്ങനെ ഹെയ്സു കരയുന്നത് കാണുമ്പോൾ ലേഡി ഹേ ഹെയ്സുവിനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. ഹെയ്സു അതിനുശേഷം ആലോചിക്കുകയാണ്, ഇവിടെ എന്നെ സ്നേഹിക്കുന്നവർ പോലും ഞാൻ കാരണം വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പോവുക തന്നെ വേണം. പിന്നീട് ചെയ് വരുമ്പോൾ ഹെയ്സു അന്ന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചെയ്യോട് ചോദിക്കുന്നു. അന്ന് ഞാൻ എങ്ങനെയാണ് ആ വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നത്, ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നൊക്കെ ഹെയ്സു ചെയ്യോട് ചോദിക്കുമ്പോൾ ചെയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നു. ഹെയ്സു ഉണ്ണിൻ്റെ മുഖത്തിനിട്ട് തലവെച്ച് ഇടിച്ചത് കൊണ്ട് തന്നെ ഉണ്ണിൻ്റെ മുഖത്ത് ഒരു പാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ചോയ്ജിയും ബോണും ബേക്കായും കൂടി പറഞ്ഞ് കളിയൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാലും പ്രിൻസിൻ്റെ മേത്തൊക്കെ അവൾ കൈവച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ബോണിന് ഒരുപാട് കളിയാക്കുന്നു. അപ്പോൾ ബേക്ക പറയുകയാണ്, എനിക്ക് ഈ ഗേൾസിൻ്റെ സൈക്കോളജിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൾ നിൻ്റെ അടുത്ത് വഴക്കെല്ലാം ഉണ്ടാക്കിയത്. അത് ബേക്ക കളിയാക്കി പറഞ്ഞതാണെന്ന് മനസ്സിലാകാതെ അതെല്ലാം സത്യമായിരിക്കുന്നു ഉണ്ണും വിശ്വസിക്കുന്നു. അങ്ങനെ ഇവർ 4 പേരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ വാങ്സോ അതിലെ പോകുന്നത് ഇവർ കാണുന്നു. വാങ്സോയുടെ അമ്മ തന്നെയാണ് ക്വീനെങ്കിലും വാങ്സോയിനെ അവരെല്ലാവരും ചേർന്ന് ഷിൻജു എന്നൊരു ഫാമിലിയിലേക്ക് ദത്തു കൊടുത്തതായിരുന്നു. വാങ്സോ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് ക്വീനെ കാണുന്നത്. പക്ഷേ ക്വീന് വാങ്സോനെ കാണുമ്പോൾ ഉള്ള സന്തോഷം കൂടി പോകുന്നു. ക്വീൻ വാങ്സോനൊന്നും മൈൻഡ് ചെയ്യാതെ ജെങ്ങിനെ യോനെ നോക്കിയിരിക്കുകയായിരുന്നു. ക്വീനൊന്നും മിണ്ടാത്തത് കാണുമ്പോൾ ജെങ് പറയുകയാണ്, വാങ്സോ മാർഷ്യൽ ആർട്സൊക്കെ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാറുണ്ടെന്ന്. നീ മാർഷ്യൽ ആർട്സൊക്കെ പഠിച്ചിരുന്നോ എന്ന് ക്വീൻ വാങ്സോയോട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് വാങ്സോയും പറയുന്നു. ക്വീനിന് യോനെയും ജെങ്ങിനെയും മാത്രമേ ഇഷ്ടമുള്ളൂ. വാങ്സോനെ ഒട്ടും തന്നെ ഇഷ്ടമില്ല. ക്വീൻ പറയുകയാണ്, അല്ലെങ്കിലും നിന്നെ മാർഷ്യൽ ആർട്സ് ഒന്നും പഠിപ്പിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ലല്ലോ എന്ന്. വൂൾഫ് ഡോഗ് എന്നാണ് വാങ്സോനെ പൊതുവെ ആളുകളൊക്കെ വിളിച്ചിരുന്നത്. അങ്ങനെ യോ ചോദിക്കുകയാണ്, ഒരു വൂൾഫ് ഡോഗ് ഇതിലേക്ക് കറങ്ങി നടപ്പുണ്ടെന്ന് ആളുകളൊക്കെ പറയുന്നത് കേട്ടു, അത് നീയാണോ എന്ന്.
ക്വീൻ പറയുകയാണ് എന്നെ കാണാൻ കുറച്ച് വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് നിനക്കിപ്പോൾ പോകാമെന്ന്. അപ്പോൾ വാങ്സോ പറയുകയാണ് നമ്മളിപ്പോൾ കണ്ടിട്ട് 2 വർഷമൊക്കെ ആയില്ലേ, എന്നിട്ടും എന്താണ് അമ്മ എന്നെ നല്ല രീതിയിലൊന്നും നോക്കാത്തതെന്ന്. എനിക്കിനി തിരിച്ചു പോകണമെന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബ്രദേഴ്സിൻ്റെ ഫാമിലിയുടെയും കൂടെ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് ക്വീനോട് വാങ്സോ ചോദിക്കുന്നു. ക്വീൻ വാങ്സോയോട് പറയുകയാണ് നീ ഇപ്പം ഷിൻജുവിലെ ഒരു അംഗമാണ്. ശരിക്കുമുള്ള നിൻ്റെ ബർത്ത് പ്ലേസ് ഇവിടെയാണെങ്കിലും നീ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷിൻജുവിലെ ആളുകളും ഇവിടുത്തെ ആളുകളും തമ്മിൽ യുദ്ധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന്. എന്നെ വെറുമൊരു അഭ്യർത്ഥിയായിട്ട് മാത്രമാണ് അവർ കാണുന്നത്, എനിക്കിവിടെ നിൽക്കുന്നതാണ് ഇഷ്ടമെന്നെല്ലാം വാങ്സോ പറയുന്നുണ്ട്. യോയ്ക്കും വാങ്സോന് ഒട്ടും തന്നെ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ വാങ്സോ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ യോ വളരെയധികം കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. വാങ്സോ പോകുന്നതിന് മുമ്പ് ക്വീന് വേണ്ടി കൊടുക്കാനായി മേടിച്ച ഒരു ഹെയർ പിൻ എടുക്കാൻ തുടങ്ങുന്നു. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് തരാനുണ്ടെന്ന് പറഞ്ഞ് ജങ് ക്വീന് വേറൊരു ഹെയർ പിൻ കൊടുക്കുന്നത്. അത് കാണുമ്പോൾ ക്വീന് വളരെയധികം സന്തോഷമാകുന്നു. മാത്രമല്ല വാങ്സോ കൊടുക്കുന്നത് ക്വീൻ മേടിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ വാങ്സോ കൊണ്ടുവന്നതെല്ലാം തിരിച്ചു വയ്ക്കുന്നു. വാങ്സോയ്ക്ക് ഒരുപാട് വിഷമമായിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അന്നേരത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ബാക്കി ബ്രദേഴ്സ് എല്ലാവരും ഇവരെന്താണ് സംസാരിക്കുന്നതെന്നറിയാൻ വാതിലിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. വാങ്സോ അങ്ങനെ പോയതിന് ശേഷം ക്വീൻ യോയോട് പറയുകയാണ് അധികം നാളൊന്നും വാങ്സോനെ ഇവിടെ നിർത്താൻ സാധിക്കില്ല, അവനെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന്. വാങ്സോയുടെ അടുത്ത് ചോദിച്ച് എത്തിയിട്ട് പറയുകയാണ് നീ ഇപ്പോൾ കുളിക്കാൻ പോയിക്കോളൂ, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം റിച്വലിന് വരാനെന്ന്. രാത്രിയായപ്പോൾ ആരും കാണാതെ ഹേസു പ്രിൻസ് എല്ലാം കുളിച്ചെടുത്തേക്ക് പോകുന്നു. പ്രിൻസിനെ അടിച്ചതിന് എന്തായാലും വലിയൊരു ശിക്ഷ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ഇവിടെ വിടണമെന്നൊക്കെയാണ് ഹേസുവിനിപ്പോൾ ഉള്ളത്. വാങ്സോ അങ്ങനെ കുളിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴവിടെയൊന്നും ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വാങ്സോ മാസ്ക് എല്ലാം ഊരുന്നു. അങ്ങനെ വെള്ളത്തിലിറങ്ങി വാങ്സോ വെള്ളത്തിലെ മുഖമൊക്കെ നോക്കുന്ന സമയത്താണ് അവിടെ നിന്നും ഹെയ്സു പൊങ്ങി വരുന്നത്. ഹെയ്സു അങ്ങനെ മാസ്ക് ഇല്ലാതെ വാങ്സോനെ ആദ്യമായിട്ട് കാണുന്നു. വാങ്സോനെ കണ്ടതും പേടിച്ച് നിൽക്കുകയായിരുന്നു ഹെയ്സു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വാങ്സോ പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് മുഖം മറയ്ക്കുന്നു. വാങ്സോയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പാട് ആരും കാണരുതെന്ന് കരുതിയിട്ടായിരുന്നു ഇത്രയും കാലം വാങ്സോ മാസ്ക് എല്ലാം വെച്ചുകൊണ്ട് നടന്നത്. വാങ്സോ ഹെയ്സുവിനോട് നീ അത് കണ്ടോ എന്ന് ചോദിക്കുന്നു. ഹെയ്സു ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നീട് വളരെയധികം ദേഷ്യപ്പെട്ട് വാങ്സോ ഹെയ്സുവിൻ്റെ കഴുത്തിനെല്ലാം പിടിച്ചിട്ട് പറയുകയാണ് ഇവിടെ ഇപ്പം നടന്നത് നീ ആരോട് പറയാൻ പാടില്ല, നീ ഒന്നും കണ്ടിട്ടില്ല, എല്ലാം തന്നെ ഇപ്പം നീ മറക്കണം. ഇനി ഒരിക്കലും നീ എൻ്റെ മുൻപിൽ വരരുത്, വന്നിട്ടുണ്ടെങ്കിൽ അന്ന് നിൻ്റെ അവസാനമായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന മാസ്കും ഡ്രസ്സും എല്ലാം എടുത്തിട്ട് വാങ്സോ കയറിപ്പോകുന്നു. വാങ്സോ അങ്ങനെ പോകുന്ന സമയത്ത് ക്വീന് കൊടുക്കാൻ വേണ്ടി മേടിച്ചിരുന്ന ആ ഒരു ഹെയർ പിൻ താഴെ വീഴുന്നുണ്ട്. അത് ഹെയ്സു കാണുകയും ചെയ്യുന്നു. പിന്നീട് ഹെയ്സു അതെല്ലാം എടുത്തിട്ട് പോവുകയും ചെയ്യുന്നു. വാങ്സോയുടെ കയ്യിൽ നിന്നും താഴെ പോയ ആ ഹെയർ പിൻ എല്ലാം എടുത്തിട്ട് ഹെയ്സു തിരിച്ചു പോകുന്നു. ഹെയ്സു അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഹെയ്സു കാണുന്നത് വൂക്കിൻ്റെ കൊട്ടാരത്തിലുള്ള എല്ലാവരും വെളിയിൽ ഹെയ്സുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഹെയ്സു എത്തുമ്പോഴേ എല്ലാവരും ഹെയ്സുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. നീ എവിടെ പോയതായിരുന്നു എന്ന് ഹെയ്സുവിനോട് ചോദിക്കുമ്പോൾ ഞാനൊന്ന് കുളിക്കാൻ പോയതായിരുന്നു എന്ന് ഹെയ്സു തിരിച്ച് പറയുന്നു. ഞങ്ങളോട് ആരോടും ഒരു വാക്ക് പോലും പറയാതല്ലേ നീ പോയത്, നിൻ്റെ ഈ ഫാമിലിക്ക് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ എന്ന് ലേഡി ഹെയ്സുവിനോട് ചോദിക്കുന്നു. ഫാമിലി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണോ എത്തിയിട്ടുള്ളതെന്ന് ഹെയ്സു അവരോട് ചോദിക്കുന്നു. അവരതേ എന്നൊക്കെ പറയുന്നു. ഹെയ്സുവിനോട് അകത്തേക്ക് കയറിപ്പോവാൻ വൂക്കും പറയുന്നു. ഹെയ്സു ചിയോട് ഫോർത്ത് പ്രിൻസായ വാങ്സോനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. ഫോർത്ത് പ്രിൻസ് എന്ന് പറയുന്നത് വളരെയധികം ക്രൂരനാണ്. അയാൾ ചെയ്ത എല്ലാ ക്രൂരതകളും വളരെയധികം ഫേമസുമാണ്. കുറേയധികം ആളുകൾ ഒരു വലിയ പാറക്കെട്ടിന് താഴെ നിന്ന് വാങ്സോയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. അവരാണ് വാങ്സോനെ ദത്തെടുത്ത ഷിൻജുവിലെ ഫാമിലി. അവരെല്ലാവരും വാങ്സോനെ ജീവനോടെ കാണുമ്പോൾ വളരെയധികം നിരാശപ്പെടുന്നു. വാങ്സോനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കുറേയധികം ചെന്നായികളുടെ ഇടയ്ക്കിലേക്ക് വാങ്സോനെ അവർ വിട്ടതായിരുന്നു. പക്ഷേ ആ ചെന്നായികളെയെല്ലാം കൊന്ന് അവിടെയെല്ലാം തീയിട്ടതിന് ശേഷമാണ് വാങ്സോ തിരിച്ചെത്തുന്നത്. മൃഗങ്ങളെ മാത്രമല്ല വാങ്സോ മനുഷ്യരെയും കൊല്ലാറുണ്ട്. വാങ്സോയുടെ മുഖത്തൊരു പാടുണ്ട്. അത് കാണാതിരിക്കാനാണ് അയാൾ എപ്പോഴും മാസ്ക് ഒക്കെ വെക്കുന്നത്. പക്ഷേ ആ പാട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ട് വാങ്സോ കൊല്ലും. ഇവിടെയുള്ള ആളുകൾക്ക് വാങ്സോനെ ഇഷ്ടമില്ലാത്തതിന് കാരണം വാങ്സോയുടെ മുഖത്തുള്ള ആ ഒരു പാടാണ്. 1000 വർഷം കഴിഞ്ഞാലും എല്ലാവരും മുഖത്തെ സൗന്ദര്യം നോക്കി മാത്രമാണ് ആളുകളെ വിലയിരുത്തുന്നതെന്ന് ഹെയ്സുവും ഓർക്കുന്നു. ക്വീൻ കുളിക്കുകയായിരുന്നു. അപ്പോൾ ക്വീൻ ഓർക്കുകയാണ് യോയോട് ക്വീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതാണ്.
ഇപ്പോൾ നടക്കുന്ന റിച്വൽ എല്ലാം കഴിയുമ്പോൾ ഉറപ്പായിട്ടും വാങ്മൂനെ രാജാവാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ വാങ്മൂനെ കൊല്ലണം. കൊട്ടാരത്തിൽ റിച്വലൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുകയാണ്. ഹെയ്സൂനെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെല്ലാവരും ചേർന്ന് ഡ്രസ്സ് എല്ലാം ഇടിയിപ്പിക്കുകയാണ്. ക്വീനെ ഡ്രസ്സെല്ലാം ഇടിയിപ്പിക്കുമ്പോൾ ഞാനായിരിക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കേണ്ടതെന്ന് ക്വീൻ പറയുന്നു. കിങ്ങിൻ്റെ മറ്റൊരു ഭാര്യയായ വൂക്കിൻ്റെ യോൻ്റെ അമ്മ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അവരുടെ കൂടെ മകളായിട്ടുള്ള യോനും മകൻ്റെ വൈഫായിട്ടുള്ള ലേഡി ഹേയും ഉണ്ടായിരുന്നു. ക്വീൻ ഇവരെ എല്ലാവരെയും കണ്ട് ചിരിച്ചിട്ട് പ്രിൻസസിനോട് നമുക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം സംസാരിക്കാമെന്നൊക്കെ പറയുന്നു. ക്വീൻ പോയി കഴിയുമ്പോൾ പ്രിൻസസിൻ്റെ മുഖമൊക്കെ മാറുന്നു. ലേഡി ഹേയോട് ക്വീൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഹെയ്സുവിനെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നതെന്ന്. അപ്പോൾ ലേഡി ഹേ പറയുകയാണ്, ഹെയ്സു ആ അപകടത്തിന് ശേഷം ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാതിരുന്നത്. അവൾ ഒറ്റയ്ക്കിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാ പ്രിൻസും കൂടി വാളുകൊണ്ടുള്ള ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇത്തവണ അവരുടെ കൂടെ കിങ് ആകാൻ പോകുന്ന വാങ്മോവും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടീസിനെല്ലാം ശേഷം അവരെല്ലാവരും കൂടി സംസാരിക്കുന്നു. ബേക്ക പറഞ്ഞതുപോലെ ഹെയ്സുവിന് ഉണ്ണിനെ ഇഷ്ടമാണെന്നൊക്കെ വിചാരിച്ച് വൂക്കിനോട് ചോദിക്കുകയാണ്, ഹെയ്സു ഇന്ന് വരുന്നുണ്ടോ എന്ന്. എൻ്റെ വൈഫ് ഉറപ്പായിട്ടും വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവൾ ഹെയ്സുവിനെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് വൂക്ക് പറയുന്നു. അപ്പോൾ വുൺ പറയുകയാണ്, അന്നത്തെ പോലെ വീണ്ടും അടിയെല്ലാം മേടിച്ച് മുഖത്ത് വീണ്ടും പാടെല്ലാം വരുത്താനാണോ നീ ഹെയ്സുവിനെ അന്വേഷിക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ എല്ലാ പ്രിൻസും ചിരിച്ചിട്ട് ജങ്ങാണെങ്കിൽ വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞ് ഉണ്ണിനെ കളിയാക്കുന്നു. അതിനുശേഷം അവരെല്ലാം അടികൂടുന്നത് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിൻസും സോ പോലും ചിരിക്കുന്നു. സോ ചിരിക്കുന്നത് വൂക്ക് ശ്രദ്ധിക്കുന്നത് സോ കാണുമ്പോൾ സോയുടെ ചിരിയെല്ലാം മാറുന്നുമുണ്ട്. ഇതേ റിച്വലിന് പങ്കെടുക്കാൻ മാസ്ക് വെച്ച് കുറച്ച് ആളുകളൊക്കെ വരുന്നത് യോ ശ്രദ്ധിക്കുന്നു. റിച്വൽ നടക്കുന്നതിന് മുമ്പായിട്ട് വാങ്മോ തൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വാങ്സോയ്ക്ക് കൊടുക്കുന്നു. വാങ്മോ മേടിക്കുകയും ചെയ്യുന്നു. കൊട്ടാരത്തിൽ അങ്ങനെ റിച്വൽ എല്ലാം നടക്കുകയാണ്. അവിടെ വാങ്സോ ആയിരുന്നു വാങ്മോയ്ക്ക് പകരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് വാങ്സോ ആയിരുന്നു. അത് വാങ്സോ ആണെന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ റിച്വൽ എല്ലാം നടക്കുന്ന സമയത്ത് വാങ്മോ നല്ലതുപോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന രാജാവിനോട് ക്വീൻ പറയുന്നു. വാങ്മോ യുദ്ധത്തിനൊക്കെ പങ്കെടുത്തതല്ലേ, അവന് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവന് നല്ലതുപോലെ ചെയ്യുമെന്നെല്ലാം കിങ്ങും പറയുന്നു. വാളും കൊണ്ടുള്ള ഈ ഒരു ഡാൻസ് എന്ന് പറയുന്നത് വെറും ഒരു ഡാൻസ് ആയിരുന്നില്ല, മറിച്ച് അതിൽ മാർഷൽ ആർട്സും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ഹെയ്സുവും ചെയ്യും കൊട്ടാരത്തിൻ്റെ വെളിയിൽ എല്ലാവരും ഫെസ്റ്റിവൽ പോലെ ഈ ഒരു റിച്വൽ ആഘോഷിക്കുന്നതൊക്കെ കണ്ട് നടക്കുന്നു. അടുത്തായിട്ട് വാങ്സോയും യോയും കൂടി തമ്മിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് പെട്ടെന്ന് കുറേ അധികം മാസ്ക് ഇട്ട ആളുകൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ ഇത് പെർഫോമൻസിലുള്ളതല്ലല്ലോ എന്ന് രാജാവിനും ചോദിക്കും തോന്നുന്നു. പിന്നീട് ആ മാസ്ക് ഇട്ട ആളുകൾ എല്ലാവരും ചേർന്ന് വാങ്സോയുടെ നേർക്ക് വരുന്നു. രാജാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഭടന്മാരോടെല്ലാവരോടുമായിട്ട് ചോയ് പറയുന്നു. പിന്നീട് ആ മാസ്ക് ഇട്ട ആളുകൾ എല്ലാവരും ചേർന്ന് വാങ്സോനെ ആക്രമിക്കുന്നു. വൂക്കും ചെങ്ങും അവരുടെ മാസ്ക് എല്ലാം മാറ്റുന്നു. വീണ്ടും വാങ്സോനെ ആക്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവരും ചേർന്ന് അതെല്ലാം അതിശയത്തോടെയാണ് കാണുന്നത്. വുക്ക് നോക്കുമ്പോൾ വാഗ്മോനെ ആക്രമിക്കാനല്ല ഇവർ വന്നിരിക്കുന്നതെന്നൊക്കെ വിചാരിച്ച് വേഗം തന്നെ ഇറങ്ങി വാഗ്മോനെ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നു. ജെങ്ങിനോട് പോകേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജെങ് ഉണ്ണിനെ തടഞ്ഞിട്ട് അവിടേക്ക് പോകുന്നു. അങ്ങനെ വുക്കും ജെങ്ങും കൂടി വാഗ്മോനെ രക്ഷിക്കാൻ അവരുമായിട്ടെല്ലാം ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ ഫൈറ്റ് ചെയ്യാൻ 4 പേരാണ് അവിടെ ഉള്ളത്. ആദ്യമായിട്ട് തന്നെ യോയും വാങ്സോയും ഉണ്ടായിരുന്നു. പിന്നീട് ജെങ്ങും വൂക്കും കൂടി എത്തിയിട്ടുണ്ട്. യോ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് വെട്ടാനുള്ള നിർദ്ദേശമെല്ലാം കൊടുക്കുന്നു. അയാൾ വാങ്സോയുടെ കൈക്കിട്ട് തന്നെ വെട്ടുകയും ചെയ്യുന്നു. പക്ഷെ കൊല്ലാൻ സാധിച്ചില്ല. വാഗ്മോയ്ക്കിട്ടാണല്ലോ വെട്ട് കിട്ടിയതെന്നൊക്കെ വിചാരിച്ച് രാജാവ് വാഗ്മോ എന്നൊക്കെ അലറി വിളിക്കുന്നുണ്ട്. രാജ്ഞിയും പ്രിൻസസും ലേഡി ഹേയും എല്ലാവരും ആകെപ്പാടെ പരിഭ്രാന്തരാകുന്നു. അങ്ങനെ വാങ്സോയുടെ നേരെ മറ്റൊരാൾ വാളുമായിട്ട് കൊല്ലാൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു പ്രിൻസ് വന്ന് അയാളെ തടയുന്നു. പിന്നീട് ആ മാസ്ക് ഇട്ട എല്ലാവരും ചേർന്ന് പല വഴിക്കായിട്ട് ഓടി രക്ഷപ്പെടുന്നു. ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയവരെ എല്ലാവരെയും പിടിക്കാൻ യോ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെല്ലാം ഉത്തരവ് നൽകുന്നു. രാജാവ് ഓടി വന്ന് വാങ്മോന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ആ മാസ്ക് വരുമ്പോഴാണ് അത് വാങ്മോ അല്ലായിരുന്നു വാങ്സോ ആണെന്ന് രാജാവ് മനസ്സിലാക്കുന്നത്. രാജാവ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വാങ്സോ ആയിരുന്നു അതെന്ന് അപ്പോഴാണ് മനസ്സിലാക്കിയത്. വാങ്മോ അല്ല അതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം രാജാവ് വാങ്സോയുടെ കയ്യിൽ പറ്റിയ മുറിവിനെക്കുറിച്ചല്ല ചിന്തിച്ചത്, മറിച്ച് വാങ്മോ എവിടെയാണെന്നാണ്.
അപ്പോഴാണ് വാങ്സോ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. രാജാവ് എത്തിയത് വാങ്മോയ്ക്ക് മുറിവ് പറ്റിയെന്ന് കരുതിയിട്ടാണ്. പക്ഷേ വാങ്സോയ്ക്ക് ആയതുകൊണ്ട് തന്നെ രാജാവിന് അതൊരു പ്രശ്നമായിരുന്നില്ല. വാങ്മോനെ വിളിച്ചതുകൊണ്ട് തന്നെ വാങ്മോ മാസ്ക് എല്ലാം മാറ്റി രാജാവിനെ നോക്കുന്നു. അച്ഛൻ്റെ പക്ഷഭേദത്തോടെയുള്ള പെരുമാറ്റമെല്ലാം കാണുമ്പോൾ വാങ്സുവിന് വളരെയധികം വിഷമമാകുന്നു. ക്വീൻ തൻ്റെ പദ്ധതികളെല്ലാം പാളിപ്പോയല്ലോ എന്ന് വിചാരിച്ച് നിരാശയോടെ ഇരിക്കുന്നു. വാങ്മുവിനെ വാങ്സോ രക്ഷിച്ചല്ലോ എന്നൊക്കെ ചോയ് പറയുമ്പോഴാണ് രാജാവ് വാങ്സോനെ കുറിച്ച് ഓർക്കുന്നത്. നിറഞ്ഞ കണ്ണുകളോടെ വാങ്സോ പറയുകയാണ്, എനിക്കങ്ങനെ പരിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ പോയി അവരെ പിടിച്ചിട്ട് വരാം. ഇനിയും ഒത്തിരി നേരം അവരുടെ എല്ലാവരുടെയും മുൻപിൽ നിൽക്കാൻ വാങ്സോയ്ക്ക് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് വാങ്സോ അവിടെ നിന്നും പോയത്. താഴെ കിടന്ന വാളെല്ലാം എടുത്ത് വാങ്സോയുടെ കൂടെ വാങ്മുവും പോകാൻ തുടങ്ങുമ്പോൾ രാജാവ് വാങ്മുവിനെ തടയുന്നു. അവരെല്ലാവരും റൂഫ് ടോപ്പിന് മുകളിൽ കൂടെയൊക്കെ ഓടിപ്പോകുമ്പോൾ വാങ്സോയും അവരുടെ പിറകെ തന്നെ പോകുന്നു. ഹെയ്സും ചെയ്യും കൂടി ഇതിലേക്ക് ചുറ്റിക്കറങ്ങി സന്തോഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഹെയ്സു അതിൽ ഓടി വരുന്നതെല്ലാം കാണുന്നത്. വാങ്സോ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അറിയാൻ ഹെയ്സുവും പിറകെ തന്നെ പോകുന്നു. വാങ്സോയും അവരുമായിട്ട് ഒരു ഫൈറ്റൊക്കെ നടക്കുന്നു. വാങ്സോ ഉള്ള ആ ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ ഹെയ്സുവിന് വഴി തെറ്റുന്നു. അങ്ങനെ ഹെയ്സ് നോക്കുമ്പോൾ ആ മാസ്ക് ഇട്ട എല്ലാവരെയും ആരോ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നു. അതിനുശേഷം അവരെ ഓരോരുത്തരെ ആയിട്ട് അയാളും കൂടെയുള്ളവരും ചേർന്ന് കൊല്ലുന്നു. ഇതെല്ലാം ഹെയ്സ് കാണുന്നു. അപ്പോഴാണ് ഇവരെ എല്ലാവരെയും കൊല്ലാൻ നേതൃത്വം നൽകിയത് യോ ആണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് യോ ആണെന്നുള്ള കാര്യമൊന്നും ഹെയ്സു കണ്ടിരുന്നില്ല. അങ്ങനെ ഹെയ്സു അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ഇവിടെ ആരോ വന്നിട്ടുണ്ടായിരുന്നു എന്ന് യോയ്ക്ക് മനസ്സിലാകുന്നു. വാങ്സോയുടെ കയ്യിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. അയാളെ വെച്ചിട്ട് സത്യങ്ങളെല്ലാം മനസ്സിലാക്കാമെന്നാണ് വാങ്സോ ഇപ്പോൾ വിചാരിക്കുന്നത്. നിന്നെ വിട്ടത് ആരാണെന്ന് എന്നോട് പറയുവാണെങ്കിൽ നിന്നെ കൊല്ലാതെ വിടാമെന്നെല്ലാം വാങ്സോ അയാളോട് പറയുന്നു. അങ്ങനെ വാങ്സോ ഇനി ഫൈറ്റിനില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ വാളെല്ലാം താത്തി വയ്ക്കുമ്പോഴാണ് ഹെയ്സു ഓടി വാങ്സോയുടെ അടുത്തെത്തുന്നത്. ഞാനവിടെ ഒരു കാഴ്ച കണ്ടു എന്നൊക്കെ പറഞ്ഞ് കൈയെല്ലാം ഹെയ്സു നീട്ടി നിൽക്കുമ്പോഴാണ് അയാളും ഹെയ്സുവിനെ ശ്രദ്ധിക്കുന്നത്. അയാൾ വേഗം ഹെയ്സുവിൻ്റെ നേർക്ക് ഓടി വന്നിട്ട് ഹെയ്സുവിൻ്റെ കഴുത്തിൽ വാൾ വയ്ക്കുന്നു. അപ്പോൾ വാങ്സോയും, നീ അവളെ കൊന്നോ, എനിക്കതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നു. നീ കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വാങ്സോയും വാളെല്ലാം നീട്ടുന്നു. അയാളങ്ങനെ ഹെയ്സുവിനെയും കൊണ്ട് പിറകോട്ട് പോകാൻ നോക്കുമ്പോൾ ഹെയ്സുവിൻ്റെ കഴുത്തെല്ലാം മുറിയുന്നുണ്ട്. എന്നെ കൊല്ലരുതെന്നൊക്കെ ഹെയ്സുവും വാങ്സോയോട് പറയുന്നു. എന്തായാലും വാങ്സോ ആയിട്ട് തന്നെ രക്ഷിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഹെയ്സു അയാളുടെ കയ്യിലെല്ലാം കടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. അങ്ങനെ വീണ് കിടക്കുന്ന ഹെയ്സുവിനെ കൊല്ലാനായിട്ട് അയാൾ വാളെല്ലാം ഉയർത്തി നിൽക്കുമ്പോൾ അകലെ നിന്നും ഒരു കത്തി പാഞ്ഞു വന്ന് അയാളുടെ തലയിൽ കൊള്ളുന്നു. വാങ്സോയുടെ പദ്ധതികളെല്ലാം തകർത്തത് ആരാണെന്നറിയാൻ വാങ്സോ നോക്കുമ്പോഴാണ് അകലെ നിന്നും വൂക്കായിരുന്നു ആ ഒരു കത്തി എറിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. വൂക്ക് അങ്ങനെ കൃത്യസമയത്തെത്തി ഹെയ്സുവിനെയൊക്കെ രക്ഷിച്ചു. പക്ഷെ അയാൾ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ വാങ്സോയ്ക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടാകുന്നു. വാങ്സോ എന്നിട്ട് ഹെയ്സുവിനോട്, നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നൊക്കെ ദേഷ്യത്തോടെ തന്നെ പറയുന്നു. അങ്ങനെ ഹെയ്സുവിൻ്റെ നേരെ വാളെല്ലാം നീട്ടിയിട്ട് വാങ്സോ പറയുകയാണ്, നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേനെ. നീ ഒരാൾ കാരണമാണ് വാങ്മോനെ ആരാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്. നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ വാങ്സോ പറയുമ്പോൾ വാങ്സോയുടെ നേരെ വൂക്ക് വാളെല്ലാം നീട്ടി നിൽക്കുന്നു. അവളെ വെറുതെ വിടാനും പറയുന്നു. അപ്പോൾ വാങ്സോ കഴുത്തിന് നേരെ ഉണ്ടായിരുന്ന വൂക്കിൻ്റെ വാളെല്ലാം തട്ടിമാറ്റുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്ന് നേർക്കുനേർ വാളെല്ലാം പിടിച്ചു നിൽക്കുന്ന ഈ ഒരു സീനോടുകൂടിയാണ് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. വാങ്മൂനെ കൊല്ലാൻ ശ്രമിച്ച ഒരാൾ ഹെയ്സുവിനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ വൂക്ക് അകലെ നിന്നും കത്തിയെല്ലാം എറിഞ്ഞ് അയാളെ കൊല്ലുന്നു. വാങ്സോ ഹെയ്സുവിനെയും കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവളെ വെറുതെ വിടണമെന്നൊക്കെ വൂക്കും പറയുന്നു. ഹെയ്സുവിന് ഇതിലൊന്നും ഒരു പങ്കുമില്ല. സോൾജിയേഴ്സ് എല്ലാവരും അന്വേഷിക്കാൻ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും യഥാർത്ഥത്തിലുള്ള പ്രതികളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വൂക്ക് വാങ്സോയോട് പറയുന്നു. ഹെയ്സു പറയുകയാണ്, എന്നെ കൊല്ലരുത്, എനിക്ക് വഴിതെറ്റി പോയതായിരുന്നു, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ വാങ്സോ ഹെയ്സുവിനെ വിട്ട് കഴിയുമ്പോൾ ഹെയ്സുവിന് എന്തെങ്കിലും മുറിവൊക്കെ പറ്റുമോ എന്ന് വൂക്കും നോക്കുന്നു. അതിനുശേഷം ഹെയ്സു പറയുകയാണ്, ഞാൻ കുറേ അധികം ആളുകളെ കണ്ടിരുന്നു. അവർ മാസ്ക് ഒക്കെ ഇട്ട കുറേ ആളുകളെ കൊല്ലുന്നതാണ് ഞാൻ കണ്ടത്. അവരുടെ ഒരു തലവനൊക്കെ ഉണ്ടായിരുന്നു. അയാളാണ് കൊല്ലാനായിട്ടുള്ള നിർദ്ദേശമെല്ലാം കൊടുത്തത്. പക്ഷേ ഞാൻ അയാളുടെ ഫേസ് ഒന്നും കണ്ടില്ല എന്നും ഹെയ്സു പറയുന്നു. കൊട്ടാരത്തിലുള്ള വാങ്മോയ്ക്ക് വളരെയധികം വിഷമമായിട്ടിരിക്കുകയാണ്. വാങ്മോ പറയുകയാണ്, വാങ്സോനെ ഒരിക്കലും എൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്താൻ പാടില്ലായിരുന്നു. അങ്ങനെ നിർത്തിയത് കൊണ്ടാണ് അവന് പരിക്കെല്ലാം ഏറ്റത്. നമ്മളൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് ചോയും പറയുന്നു. അവൻ സ്വന്തം ഇഷ്ടത്തിനല്ലേ നിന്റെ സ്ഥാനത്ത് വന്നതെന്നും പറയുന്നു. പക്ഷേ എൻ്റെ ജീവൻ രക്ഷിക്കാനായി ഞാൻ എൻ്റെ അനിയനെ ഉപയോഗിക്കുകയായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനൊരു നല്ല സഹോദരനല്ല എന്നൊക്കെ വാങ്മോ പറയുന്നു.
ഹെയ്സു ആളുകളെയൊക്കെ കൊല്ലുന്നത് കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് വൂക്കും വാങ്സോയും കൂടി അന്വേഷണം എല്ലാം നടത്തുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി പോലും ഉണ്ടായിരുന്നില്ല. ഹെയ്സു പറഞ്ഞതെല്ലാം നുണയാണെന്ന് പറഞ്ഞ് ഹെയ്സുവിനെ വാങ്സോ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. പക്ഷേ വൂക്ക് അവിടുത്തെ മരത്തിലെല്ലാം ബ്ലഡ് കിടക്കുന്നത് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സത്യമാണെന്ന് വൂക്കും പറയുന്നു. അങ്ങനെ വൂക്ക് പറയുകയാണ് അവരെ എല്ലാവരെയും കൊല്ലാൻ വിട്ട ആള് തന്നെയാണ് ഇപ്പോൾ അവരെയും കൊന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരാളെയല്ലേ നീ കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വൂക്കിനോട് വാങ്സോ ദേഷ്യപ്പെടുന്നു. ഹെയ്സുവിന് ഒരു അപകടവും ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അയാളെ കൊന്നതെന്ന് വൂക്കും പറയുന്നു. വാങ്സോയുടെ കൈ മുറിഞ്ഞിരിക്കുന്നതൊക്കെ കാണുമ്പോൾ വൂക്ക് പറയുകയാണ് ആദ്യം നീ നിന്റെ കൈ ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്, പിന്നീട് നമുക്ക് ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കാമെന്ന്. വാങ്സോ പോയി കഴിയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഹെയ്സുവിൻ്റെ വിഷമമെല്ലാം ഹെയ്സു പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഹെയ്സു ഒരുപാട് കരയുന്നു. വൂക്കിന് എങ്ങനെയാണ് ഹെയ്സുവിനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. ഹെയ്സു പറയുകയാണ് വാങ്സോ എന്നെ കൊല്ലാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു സാധനം തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് വാങ്സോനെ കാണാൻ എത്തിയതെന്നൊക്കെ. ഇനിയും എന്നെ അയാൾ കണ്ട കൊന്നു കളയുമെന്നൊക്കെ ഹെയ്സു പറയുമ്പോൾ വൂക്കിന് ചിരിയൊക്കെ വരുന്നു. അതിനുശേഷം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഹെയ്സുവിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ക്വീൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുന്നു. വാങ്സോ കാരണമാണ് തൻ്റെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞത്. വാങ്സോ വാഗ്മോയുടെ വേഷം ധരിച്ച് എത്തിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വാഗ്മോനെ കൊല്ലാൻ സാധിച്ചേനെ. യോ പറയുകയാണ് ഇതിനെല്ലാം പിന്നിൽ ചോയ്ജിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇടയ്ക്കൊക്കെ ചോയ്ജിയും സോയും മാറി നിന്നൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ക്വീൻ പറയുകയാണ് നമ്മളോട് മാർഷൽ ആർട്സ് ഒന്നും അറിയില്ല എന്ന് വാങ്സോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം അവൻ അറിയാമായിരുന്നു. ഒരിക്കലും അവനെ ദത്തെടുത്ത കാങ് ഫാമിലി ഇതൊന്നും അവനെ പഠിപ്പിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്. ക്വീൻ പറയുകയാണ് ചോയ്ജിയാണ് ഇതിനെല്ലാത്തിനും പിന്നിലെങ്കിൽ ഉറപ്പായിട്ടും കിങ്ങും ഇതെല്ലാം അറിഞ്ഞിരിക്കും. വാങ്സോനെ ആരൊക്കെയാണ് കാണാൻ ചെന്നിട്ടുള്ളതെന്നെല്ലാം നീ അന്വേഷിച്ചിരുന്നോ എന്നും യോനോട് ചോദിക്കുന്നു. അപ്പോൾ യോ പറയുകയാണ് നമ്മൾ കുറേ ചാരന്മാരെയെല്ലാം ഷിൻജോയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് വാങ്സോനെ കാണാൻ ആരും ഇന്നേ വരെ വന്നിട്ടില്ല എന്നാണ്. അങ്ങനെ ക്വീൻ പറയുകയാണ് എന്തായാലും വാങ്സോ ഇപ്പോൾ വന്നതിന് പിന്നിലെ ലക്ഷ്യമൊന്നും നമുക്കറിയില്ല. നമ്മൾ എത്രയും വേഗം അവനെ തിരിച്ച് പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ നമ്മുടെ പദ്ധതികളൊന്നും നടക്കില്ല. പക്ഷെ ഒരു കാര്യം മാത്രം നിനക്ക് ഞാൻ ഉറപ്പ് തരാം, ഗോറിയോ അത് നിൻ്റേതാണ്. വൂക്കിൻ്റെ വീട്ടിൽ വാങ്സോയ്ക്ക് മരുന്നെല്ലാം വെച്ച് കൊടുക്കുകയാണ് യോൻ. അതിനിടയിൽ യോൻ ചോദിക്കുകയാണ് നീ എന്നാണ് ഷിൻജു എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ തന്നെ വന്ന് താമസിക്കുന്നത്? എല്ലാ പ്രിൻസും ഇവിടെയല്ലേ ഉള്ളത്, അതുകൊണ്ട് നിനക്കും ഇവിടെ നിന്നൂടെ എന്നൊക്കെ യോൻ ചോദിക്കുന്നു. പക്ഷേ ഞാൻ അവരെ പോലെയൊന്നുമല്ല, എനിക്ക് മലയുടെയൊക്കെ മുകളിൽ മറ്റ് ആനിമൽസൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നതാണ് ഇഷ്ടമെന്ന് വാങ്സോ പറയുന്നു. നീ നിന്റെ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് മറയ്ക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് യോൻ പറയുന്നു. പിന്നീട് വാങ്സോയുടെ ഫേസ് എല്ലാം യോൻ തുടച്ചു കൊടുക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും അച്ഛന്മാരൊന്നാണെങ്കിലും ഇവരുടെ ബ്രദറും സിസ്റ്ററും ആണെങ്കിലും യോന് വാങ്സോനെ ഇഷ്ടമാണ്. അതിനുശേഷം യോൻ പോകാൻ തുടങ്ങുമ്പോൾ വാങ്സോ പറയുകയാണ് നീ വലുതാകുമ്പോൾ എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും അതിശയത്തോടെ ഓർത്തിട്ടുണ്ട് എന്ന്. ഹെയ്സുവിൻ്റെ മുറിവെല്ലാം തൂത്തൊക്കെ കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും ലേഡി ഹേയ്ക്കാണ് ഹെയ്സുവിനേക്കാളും വിഷമമൊക്കെ ഉള്ളത്. നീ എന്തിനാ അറിയില്ലാത്ത വഴിയിലൂടെയൊക്കെ പോകാൻ പോയത്, അതുകൊണ്ടല്ലേ അയാളുടെ കയ്യിൽ നിന്നെ കിട്ടിയതെന്നൊക്കെ ലേഡി ഹേക്ക് ചോദിക്കുന്നു. അപ്പോൾ വൂക്കും അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, എന്തായാലും നമുക്ക് അവളെ ജീവനോടെ കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നു. എന്തായാലും എനിക്ക് ലക്കൊക്കെ ഉള്ളത് കൊണ്ട് ജീവനോട് വരാൻ പറ്റിയെന്നൊക്കെ ഹെയ്സുവും പറയുന്നു. ഹെയ്സുവിൻ്റെ ഓരോ വർത്താനവും പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ വൂക്കിന് ചിരി വരുന്നു. അതെല്ലാം ലേഡി ഹേ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെയ്സുവിനെ രക്ഷിച്ചതിൽ വളരെയധികം നന്ദിയുണ്ടെന്നൊക്കെ ലേഡി ഹേ വൂക്കിനോട് പറയുന്നു. എന്തായാലും ഞാൻ കാരണം കുറേയധികം ഭാരങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായില്ലെന്ന് ലേഡി ഹേ പറയുന്നു. അപ്പോൾ വൂക്ക് പറയുകയാണ് ഞാനൊരിക്കലും ഹെയ്സുവിനെ ഒരു ഭാരമായിട്ടൊന്നും കണ്ടിരുന്നില്ല. അവൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് വളരെയധികം സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ പോലും അറിയാതെ പലപ്പോഴും അവളുടെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ ചിരിക്കാറുണ്ട് എന്നും പറയുന്നു. എന്നോടെല്ലാവരും വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ, പക്ഷെ അവൾ മാത്രം വളരെയധികം വ്യത്യസ്തയാണെന്നും വൂക്ക് പറയുന്നു. ഹെയ്സുവിനെ കുറിച്ച് പറയുമ്പോൾ വൂക്കിന് 100 നാവാണെന്നുള്ള കാര്യമൊക്കെ ലേഡി ഹേക്ക് മനസ്സിലാകുന്നു. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഒരു ചിരിയെല്ലാം വെച്ചുകൊണ്ട് ലേഡി ഹേ പറയുകയാണ് ഹെയ്സുവിനെ നിങ്ങൾ വളരെയധികം കാര്യമായിട്ട് നോക്കുന്നുണ്ട്, അതിന് നന്ദിയുണ്ട് എന്ന്. വാങ്സോ ഹെയ്സു വരാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഹെയ്സും ചെയ്യും കൂടി വന്നു കഴിയുമ്പോൾ ചെയ്യോട് പൊക്കോളാന് വാങ്സു പറയുന്നു. അതിനുശേഷം ഹെയ്സു ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതല്ലേ എന്നൊക്കെ വാങ്സോട് പറയുമ്പോൾ വാങ്സോ പെട്ടെന്ന് ഹെയ്സുവിൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് പറയുകയാണ് നീ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്, എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടുമെന്ന്. അപ്പോഴാണ് വൂക്ക് എത്തുന്നത്. വൂക്ക് പറയുകയാണ് അവൾക്ക് പരിക്കൊക്കെ ഏറ്റതാണ്, അവളെ വിടാൻ. അങ്ങനെ വാങ്സോ വിട്ട് കഴിയുമ്പോൾ വൂക്കിനോട് ഹെയ്സു പറയുകയാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നുണ്ട് എന്ന്.
എന്നിട്ട് ഹെയ്സ് പറയുകയാണ് അവരുടെ ലീഡർ എന്ന് പറയുന്നത് ഒരു മൃഗത്തിൻ്റെ തോല് കൊണ്ടുള്ള ഡ്രസ്സെല്ലാമായിരുന്നു ഇട്ടിരുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ വാങ്സോയ്ക്ക് യോനെയാണ് ഓർമ്മ വരുന്നത്. അന്നത്തെ ദിവസം യോയും ഇട്ടിരുന്നത് അതുപോലത്തെ ഒരു ഡ്രസ്സായിരുന്നു. അപ്പോൾ വൂക്കും ആലോചിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഇതിനെല്ലാം പിന്നിലെ യോ ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. നീ കണ്ട കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞേക്കാൻ വാങ്സോ ഹെയ്സുവിനോട് പറയുന്നു. അതിനുശേഷം ഇനി അറിയാതെ പോലും എൻ്റെ കൺമുമ്പിലൊന്നും വന്നേക്കരുതെന്ന് വാങ്സോ ഹെയ്സുവിനെ വാൺ ചെയ്തു വിടുന്നു. അതിനുശേഷം ഹെയ്സ് പറയുകയാണ് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ എന്നോട് പറയുന്നത് വെറുമൊരു നായനെ പോലെ മരിക്കാനാണോ എന്ന്? ഞാൻ നിങ്ങളോട് ജീവിക്കണമെന്ന് മാത്രമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത്രയ്ക്ക് വലിയ കുറ്റമാണോ എന്നും ഹെയ്സ് ചോദിക്കുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ വാങ്സോ ഒന്നും പറയാതെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഹെയ്സിൻ്റെ മുറിയിൽ വൂക്ക് ക്യാൻഡിൽസ് എല്ലാം കത്തിച്ചു വെക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം ഇവിടെ കത്തിച്ച് വെച്ചത് കൊണ്ട് തന്നെ നീ ഒരിക്കലും ദുസ്വപ്നമൊന്നും കാണില്ല. ഒന്നുമില്ലെങ്കിലും നിന്റെ കൺമുമ്പിൽ വെച്ച് ഇന്ന് കുറേ പേര് മരിച്ചതല്ലേ എന്ന്. അപ്പോൾ ഹെയ്സ് ചോദിക്കുന്നു എനിക്ക് വേണ്ടി ഒരാളെ നിങ്ങൾ കൊന്നതല്ലേ, അപ്പോൾ നിങ്ങൾ ദുസ്വപ്നമൊന്നും കാണില്ല എന്ന്. ഞാൻ ഇതിനു മുമ്പ് കൊന്നപ്പോൾ ഒന്നും അങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു എന്ന് വൂക്ക് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഹെയ്സ് പറയുകയാണ് നിങ്ങൾ ഇതിനു മുമ്പും ആളുകളെ കൊന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ വൂക്ക് പറയുകയാണ് എനിക്ക് 11 വയസ്സുണ്ടായിരുന്നപ്പം എൻ്റെ അമ്മേനെ സഹോദരിനെ രക്ഷിക്കാനായി ഞാൻ ഒരാളെ കൊന്നു. അന്ന് എനിക്ക് ഒരിക്കലും വിഷമം ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് അഭിമാനമാണ് ഉണ്ടായത്. രാജകുമാരന്മാരുടെ ലൈഫിലൊക്കെ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അന്ന് കൊന്നതിനെക്കുറിച്ച് ഓർത്തിട്ടൊന്നും സ്ട്രെസ്ഡ് ആവണ്ട എന്നൊക്കെ ബുക്കിനോട് ഹെയ്സ് പറയുന്നു. മാത്രമല്ല ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ടതായിട്ടില്ല. നിനക്ക് ആ അപകടം പറ്റിയതിന് ശേഷം കുറച്ചൊക്കെ ഓവർ കോൺഫിഡൻസ് വന്നിട്ടുണ്ടെന്ന് വൂക്കും ഹെയ്സുവിനോട് പറയുന്നു. അതിനുശേഷം വൂക്ക് ചോദിക്കുന്നുണ്ട് സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമെന്നില്ല. ഇതുപോലെ പല പ്രിൻസിനെ പല കാര്യങ്ങളൊക്കെ ഹെയ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൊട്ടാരം കാണിക്കുന്നു. കിങ് ടൈജോ വാങ്മൂനെയും വാങ്സോനെയും പിന്നെ നമ്മുടെ ചോയ്ജിനെയും എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കൊല ചെയ്യാൻ എത്തിയതെന്നെല്ലാം വല്ല പിടുത്തവും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ രാജാവ് അവരോട് ചോദിക്കുന്നു. ഇതുവരെ ഒരു ക്ലൂവും കിട്ടിയില്ല എന്ന് ചോയ്ജിയും പറയുന്നു. നിന്റെ കൈക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് രാജാവ് വാങ്സോയോട് ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് വാങ്സോയും പറയുന്നു. നീ എന്തുകൊണ്ടാണ് സ്വന്തം ലൈഫെല്ലാം റിസ്ക് ചെയ്ത് വാങ്മോനെ രക്ഷിച്ചതെന്ന് വാങ്സോയോട് രാജാവ് ചോദിക്കുമ്പോൾ വാങ്സോ പറയുന്നു അതിന് കാരണം 15 വർഷങ്ങൾക്ക് മുമ്പ് വാങ്മോ എന്നെ ഒരു തവണ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തവണ എനിക്ക് വാങ്മോനെ രക്ഷിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് പാഴാക്കിയില്ല. വാങ്മോനെ കൊല്ലാൻ ശ്രമിച്ച ആളുകളെ കണ്ടെത്താനുള്ള ചുമതല എനിക്ക് തരാമോ എന്നെല്ലാം വാങ്സോ രാജാവിനോട് ചോദിക്കുന്നു. അപ്പോൾ രാജാവ് ചോയ്ജിയോട് പറയുകയാണ് അന്വേഷണത്തിനുള്ള ചുമതല വാങ്സോയ്ക്ക് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ഷിൻജുവിലെ ഫാമിലിയെ അറിയിക്കണം വാങ്സോ എത്താൻ വളരെയധികം ലേറ്റ് ആവുമെന്ന്. കാരണം അവനിപ്പോൾ ഒരു മുറിവെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കുറഞ്ഞ് പതുക്കെ അവൻ എത്തുകയുള്ളൂ. അത് കേട്ട് കഴിയുമ്പോൾ ചോയ്ജിക്കും വാങ്സോയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു. എല്ലാ പ്രിൻസും ഒന്നിച്ചിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ ജെങ്ങും കൊണ്ടും വളരെയധികം വഴക്ക് കൂടുകയാണ്. അതിനുശേഷം വാങ്സോ എത്ര നന്നായിട്ടാണ് മാർഷൽ ആർട്സ് ഒക്കെ ചെയ്തതെന്ന് ബോൺ ചോദിക്കുന്നു. അപ്പോൾ യോ കളിയാക്കിക്കൊണ്ട് പറയുകയാണ് അവനെപ്പോഴും ആനിമൽസൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ഇത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നും അല്ല എന്ന്. പക്ഷെ അവൻ നല്ലതുപോലെ പഠിച്ചതായിട്ടാണല്ലോ അവൻ ചെയ്തപ്പോൾ കണ്ടതെന്നൊക്കെ ചെങ്ങും പറയുന്നു. അത് കേൾക്കുമ്പോൾ യോ വീണ്ടും പറയുകയാണ് അവനെ ദത്തെടുത്ത ഫാമിലി അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും അവനെ പഠിപ്പിച്ചിട്ടില്ല. അവനെ ഒരു അഭയാർത്ഥിയായിട്ട് മാത്രമേ അവരിപ്പോഴും കാണുന്നുള്ളൂ എന്നും യോ പറയുന്നു. അവൻ ഇവിടുത്തെ ഒരു പ്രിൻസ് ആണെങ്കിൽ പോലും അവനെ എല്ലാവരും അവരുടെ പരിധിക്കുള്ളിൽ നിർത്താനാണ് ശ്രമിക്കാറ്. മാത്രമല്ല അവനൊരു പ്രിൻസ് എന്ന രീതിയിലുള്ള ഒരു പരിഗണനയും അവർ ഇന്നേ വരെ കൊടുത്തിട്ടില്ല എന്ന് യോ പറയുന്നു. അതിനുശേഷം വൂക്ക് യോയോട് ചോദിക്കുകയാണ് ഇന്നലെ രാത്രി അവരെയൊക്കെ പിടിക്കാൻ നീയും പോയിട്ടുണ്ടായിരുന്നോ എന്ന്. നിനക്കങ്ങനെ ആരെയും കാണാൻ സാധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും കണ്ടില്ല, ഞാൻ പോയ വഴി തെറ്റായിരുന്നു എന്നാണ് യോ തിരിച്ചു മറുപടി പറഞ്ഞത്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ അറിയാതെ പോലും ഒരു സത്യങ്ങളും വായിൽ നിന്നും വരരുത് എന്നൊക്കെയാണ് യോ ഓർക്കുന്നത്. മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും ക്ലൂ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വൂക്കും ശ്രദ്ധിച്ചു തന്നെ യോ പറയുന്നത് കേൾക്കുന്നു. അതിനുശേഷം രാജകുമാരന്മാരെ എല്ലാവരെയും കാണാനായിട്ട് കിങ് എത്തുന്നു. കിങ് അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിൻ്റെ മുഖത്തെ പാടെല്ലാം കിങ് ശ്രദ്ധിക്കുന്നത്. ഉണ്ണിൻ്റെ മുഖത്തെ പാട് കണ്ടിട്ട് രാജാവിന് ഒട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാജാവ് പറയുകയാണ് ആരാണ് രാജകുമാരൻ്റെ മുഖത്ത് കൈവെക്കാൻ ധൈര്യമുള്ള ആളെന്ന്. അതത്രയ്ക്ക് വലിയ കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സുവിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു. തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.